നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. സാധാരണഗതിയിൽ അങ്ങനെ മാധ്യമങ്ങൾ അധികം ചർച്ച ചെയ്യാത്ത ഒരു വിഷയം കൂടിയാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർ പലരുടെയും ആവശ്യം കൂടി മാനിച്ചാണ് ഇങ്ങനൊരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാൻ എടുക്കുന്നതും. കേരളത്തിൽ എത്ര വില കൂട്ടിയാലും എത്ര തവണ വില കൂട്ടിയാലും കാര്യമായ പ്രതിഷേധം ഉയരാത്ത ഒരേ ഒരു വസ്തു മാത്രമേ ഉള്ളൂ. അത് മദ്യമാണ്. മലയാളികൾ നല്ലൊരു ശതമാനം പേർ മദ്യം ഉപയോഗിക്കുന്നവരാണ്. 251% വിവിധ ഇനങ്ങളിലായി കേരളം മദ്യത്തിന് ഈടാക്കുന്ന നികുതി. ഇന്ത്യയിൽ തന്നെ മദ്യത്തിന് ഏറ്റവും കൂടുതൽ പണം നൽകേണ്ടി വരുന്ന ഒരു സംസ്ഥാനവും കേരളമാണ്. 100 രൂപയുടെ മദ്യത്തിന് വിവിധ നികുതികളായി ഏകദേശം 400-ലധികം രൂപ നൽകേണ്ട അവസ്ഥയാണ് കേരളത്തിലുള്ളത്. വില കൂട്ടിയെന്ന് കരുതി ഉപഭോഗത്തിൽ അങ്ങനെ കാര്യമായ കുറവൊന്നും ഉണ്ടാകുന്നില്ല. ഉപഭോഗം കുറയ്ക്കാം എന്ന് കരുതിയാണ് നമ്മൾ വില കൂട്ടിയത്. കുറയുന്നില്ല എന്ന് മാത്രമല്ല, അടുത്തിടെയായി കുറഞ്ഞ വരുമാനക്കാരും ചെറുപ്പക്കാരിൽ വലിയൊരു ഭാഗവും ഒക്കെ ഈ മദ്യം വിട്ട് രാസലഹരിയിലേക്ക് തിരിയുന്ന കാഴ്ചയും കേരളം കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. വില മദ്യത്തിന് താങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ സ്ഥിരമായി മദ്യപിക്കുന്ന ആളുകളൊക്കെ, അങ്ങനെയുള്ള ആളുകൾ അടക്കമുള്ളവർ രാസലഹരിയിലേക്ക് തിരിയുന്ന കാഴ്ച കൂടി. ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന് കരുതി എന്തും ആവാമോ എന്നാണ് സ്ഥിരമായി മദ്യപിക്കുന്ന പലരും ചോദിക്കുന്നത്. പക്ഷേ ഇത് പരസ്യമായി പറയാൻ രാഷ്ട്രീയ പാർട്ടികൾക്കോ സംഘടനകൾക്കോ ഒക്കെ പ്രയാസമുള്ളത് കൊണ്ട് തന്നെ പലരും അത് പറയുന്നില്ല. അതല്ല, മറിച്ച് വാദിക്കുന്നവരുമുണ്ട്. മദ്യം ഒരു അവശ്യ വസ്തുവല്ല, അതുകൊണ്ട് മദ്യത്തിന് എത്ര വിലയും കൂട്ടാം എന്ന് വാദിക്കുന്ന മദ്യവിരുദ്ധരായ ആളുകളുമുണ്ട്. എന്തായാലും ന്യൂസ് 18 പൊതുവേദി ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ്. തോന്നുമ്പോൾ കൂട്ടാനുള്ളതാണോ കേരളത്തിലെ മദ്യവില? പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, കേരളത്തിൽ സ്ഥിരമായി കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കും 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില കൂട്ടിയത്. ചില ബ്രാൻഡുകൾക്ക് 50 അല്ല, അതിനും മേലെ 100 രൂപയ്ക്കടുത്തൊക്കെ വില കൂട്ടിയെന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങനെ എത്ര വില കൂട്ടിയാലും കാര്യമായ പ്രതിഷേധമൊന്നും ഉയരാറില്ല മദ്യത്തിൻ്റെ വില കൂട്ടിയാൽ. പക്ഷേ മദ്യം ഉപയോഗിക്കുന്ന നല്ലൊരു ശതമാനം പേർ താഴ്ന്ന വരുമാനക്കാരോ ഇടത്തരം വരുമാനക്കാരോ ആയ ആളുകളൊക്കെയാണ്. അവരുടെ ജീവിത വരുമാനത്തെ കൂടിയാണ് ഇത് ബാധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ശരിയാണോ? നമസ്കാരം കിരൺ. നമസ്കാരം. എന്റെ ഒരു അഭിപ്രായത്തിന് ഈ മദ്യം റേഷൻ കട വഴി വിതരണം ചെയ്യണം. BPL APL കാർഡുകാരുണ്ടല്ലോ, APL കാർഡുകാർക്ക് വില കൂട്ടിയും BPL കാർഡുകാർക്ക് വില കുറച്ചും കൊടുക്കുകയാണെങ്കിൽ വലിയൊരു സഹായമായിരിക്കും മദ്യപാനികൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബ്രൂവറി കൂടെ തുടങ്ങി കഴിയുന്നത് ചിലപ്പം ഇനിയും മദ്യത്തിന് വില കൂടും. ഈ ബ്രൂവറിയുടെ കൂടെ ഒരു മയക്കിന് കൂടെ കമ്പനി തുടങ്ങിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കാരണം ഈ സമൂഹം, ഈ ചെറുപ്പക്കാരും പിള്ളേരെല്ലാവരും മയക്കുമരുന്നിലേക്ക് വലിയ തോതിൽ നീങ്ങുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. അതെ, അപ്പം സർക്കാരിന് കാശുണ്ടാക്കിയാൽ മതി. അപ്പം ഇതും കൂടെ ഒന്ന് ആ MP രാജേഷിന്റെ ശ്രദ്ധയിൽ കൊടുക്കുക. ബ്രൂവറി തുടങ്ങുന്നതിന്റെ കൂടെ ഈ മയക്കുമരുന്നും കൂടെ ഒരു കമ്പനി. ശരി, അത് വളരെ ഗൗരവമായ വിഷയം തന്നെയാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. മയക്കുമരുന്നിൻ്റെ വ്യാപനം അത്രത്തോളം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളുടെ ഇടയിലടക്കം മയക്കുമരുന്ന് വ്യാപനം അതുപോലെ കൂടിക്കൊണ്ടിരിക്കുന്നു. മദ്യം പോലെയല്ല, മദ്യത്തെക്കാൾ എത്രയോ ഹാനികരമാണ്. മദ്യം ആരോഗ്യത്തിന് ഹാനികരമാണ്, അതിനേക്കാളും എത്രയോ ഹാനികരമാണ് ഈ മയക്കുമരുന്ന് എന്നതുകൂടി അറിയണം. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി, ഇപ്പോൾ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ എന്തിൻ്റെ വില കൂട്ടിയാലും സ്വാഭാവികമായും പ്രതിഷേധം ഉയരാറുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ വില കൂട്ടിയുന്നതിന് അങ്ങനെ വലിയ പ്രതിഷേധമൊന്നും ഉയരാറില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യത്തിന് നികുതി നൽകേണ്ടി വരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം. കേരളത്തിൻ്റെ നികുതി വരുമാനത്തിലും പ്രധാനപ്പെട്ട ഒരു പങ്ക്, തനത് നികുതി വരുമാനത്തിലും പ്രധാനപ്പെട്ട പങ്ക് കൂടിയാണ് ഈ മദ്യത്തിൻ്റെ വില. ഇങ്ങനെ എപ്പോഴും മദ്യവില കൂട്ടി പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. സാറേ, ഈ മദ്യത്തിന്റെ വില എത്ര കൂട്ടിയാലും രാഷ്ട്രീയ പാർട്ടിക്കാരോ ആരും ഒന്നും മിണ്ടൂല, മദ്യവിധ സമിതിയെ മിണ്ടൂല. കാരണം പറയാൻ മടിക്കും. കാരണം മദ്യം വില കൂട്ടുമ്പോൾ മദ്യം വാങ്ങാൻ പോകുന്ന ആള് മനസ്സിലാക്കണം, ഞാനായാലും ആരായാലും നമ്മളെ വീട്ടിലെ ഭാര്യയും മക്കളും ഉണ്ട്, കുടുംബമുണ്ട്. അവർക്കാണ് പ്രാധാന്യം കൊടുക്കുകയാണെങ്കിൽ ഇവിടെ മദ്യം ഒന്നുമല്ല. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാല് ഇപ്പൊ മദ്യവും മയക്കുമരുന്നും ഒഴുകി നടക്കുകയാണ് കേരളം ഒട്ടാകെ. കേൾക്കാൻ പോലീസില്ല, നാട്ടുകാരില്ല. നാട്ടുകാർ ചോദിച്ചാലോ അടിയും ഭീഷണിയും, എന്താ പറയുക, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. പക്ഷെ ഇത്രയും വലിയ വിഷയം വിളിച്ച് നിങ്ങൾ ക്ഷമിക്കണം. എന്റെ പൊതുവേദി തുടങ്ങുമ്പോൾ, ആദ്യം പൊതുവെ തുടങ്ങുമ്പോൾ ഫസ്റ്റില് 2ാമത്തെ വർഷം ഞാനായിരുന്നു, ശിവദാസൻ ബാലരാമൻ.
പക്ഷെ ശരി, ഈ വിഷയം എടുത്ത് കാണിച്ച് എന്തിന് സാർ പബ്ലിസിറ്റി കൊടുക്കുന്നു? എന്തെല്ലാം വിഷയം ഇവിടെ കിടക്കുന്നു? ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ മദ്യവും കൊണ്ട് ശ്രീ ശിവദാസൻ, കേരളത്തിൽ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ മദ്യം ഉപയോഗിക്കുന്ന ആളുകളൊക്കെയാണ്. അത് സ്ഥിരം മദ്യപാനികൾ മാത്രമല്ല, വല്ലപ്പോഴും മദ്യം ഉപയോഗിക്കുന്നവരും പണിയെടുക്കുന്ന സാധാരണ തൊഴിലാളികൾ മുതൽ ഉള്ളവരുണ്ട്. വൈകുന്നേരം നിയന്ത്രിതമായ അളവിൽ അടിക്കുന്നവർ, ക്രമാതീതമായി കഴിക്കുന്നവർ, മദ്യപിച്ച് ഒരു തരത്തിലും ബോധമില്ലാതെ നടക്കുന്ന ആളുകൾ മുതൽ എല്ലാത്തരം ആളുകളുമുണ്ട്. പക്ഷേ ഈ മദ്യം ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ എല്ലാ തവണയും ഈ മദ്യത്തിന് വില കൂട്ടുമ്പോൾ ഈ പണം സർക്കാരിലേക്ക് പണം കണ്ടെത്തേണ്ടപ്പോഴെല്ലാം മദ്യത്തിന് വില കൂട്ടിക്കൊണ്ടിരുന്നാൽ ഈ സാധാരണക്കാരായ മനുഷ്യർ എന്തായാലും മദ്യം ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അവരുടെ വരുമാനത്തിന്റെ ഒരു വലിയൊരു പങ്കും നഷ്ടപ്പെട്ടു പോവുകയല്ലേ? പക്ഷേ സാർ മനസ്സിലാക്കേണ്ടത്, ഒരു കർഷകൻ, ക്ഷീര കർഷകൻ അടുത്ത 55 രൂപ നമുക്ക് ഒരു ലിറ്റർ പാലിന്റെ വില, അതിൽ 5 രൂപ കൂട്ടിയാൽ രാഷ്ട്രീയ പാർട്ടികൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കും. ഏത് കുറഞ്ഞ് വരച്ചോട്ടെ, അവർക്ക് വിലയുണ്ടോ? കർഷകന് വിലയുണ്ടോ? ഈ പാലിന് 55 രൂപ പാലിന് അവർ 10 രൂപ കൂട്ടി, അല്ല 1 രൂപ കൂട്ടിക്കോട്ടെ, നാളെ കത്തും കേരളം. ഇതാണ് കേരളം ഭ്രാന്താലമായ സാറേ. ഇത് മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കണം. അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ഉണ്ണികൃഷ്ണനാണ്, പോത്തൻകോട് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? എനിക്ക് ഞാനിപ്പം കൂടി മതിയാക്കിക്കൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയാം. കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും അഭിപ്രായം പറയുന്നതിന് തെറ്റൊന്നുമില്ല. അഭിപ്രായം പറയാൻ ഞാൻ ഒരു അല്പസമയം എനിക്ക് തരണം. 2 ആഴ്ച കൊണ്ട് 2-3 ദിവസം കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അതായത് ഒരു പിച്ചക്കാരൻ പാളയം അവിടെ അമ്പലം ഒരു ഹിന്ദു ക്ഷേത്രത്തിന്റെ നടയിൽ ചെന്ന് തൊഴാൻ നിന്നു. അപ്പൊ അവിടെ നിന്നിട്ട് ആ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആൾക്കാരെടുത്ത് ഭിക്ഷ ചോദിച്ചപ്പോ അവര് ചോദിച്ചു, നിന്റെ പേരെന്താടാന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ വിചാരിച്ച് ഒരു ഹിന്ദു പേര് പറഞ്ഞാൽ വല്ല കാര്യമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ച് അവൻ പറഞ്ഞ് എന്റെ പേര് രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ്. ഉടനെ തന്നെ അവിടെ വന്നവർ ചോദിച്ച്, എടാ ഒരു ഹിന്ദുവായ നിനക്ക് നാണമില്ലേടാ ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിന്റെ പിച്ച തെണ്ടാൻ വേണ്ടി? അവൻ പേടിച്ച് അവിടെ നിന്ന് നേരെ അപ്പുറത്ത് പാളയം പള്ളിയുടെ അവിടെ പോയെന്ന് പിച്ച ചോദിച്ച്. അവിടെ ഉള്ളവരും ചോദിച്ചു, നിന്റെ പേരെന്താന്ന് ചോദിച്ചു. പറഞ്ഞു എന്റെ പേര് തോമസ് എന്ന് പറഞ്ഞ്. അവിടെ നിന്നും ചോദിച്ചു, എടാ നിനക്ക് നാണമില്ലേടാ വൃത്തികെട്ടവനെ ഈ ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പ് വന്ന് ഇങ്ങനെ ഭിക്ഷ ചോദിക്കാമെന്ന്. അപ്പുറത്ത് ചെന്നപ്പോ മുഹമ്മദ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും കിട്ടിയാടി. അവിടുന്ന് അവൻ നേരെ ഈ ഒരു തറയിൽ കൂടെ നിറങ്ങി പോകുന്ന ഒരു വണ്ടിയാണ്. അവൻ ആ പാളയത്തൊക്കെ താഴോട്ട് പോയപ്പോ അവിടെ ഒരു കള്ള് ഷാപ്പിന്റെ നടയിൽ ചെന്നപ്പോ ഉണ്ട് ഒരു ബോർഡ് എഴുതി വെച്ചേക്കുന്നത്, കപ്പ ബീഫ് റെഡിയെന്ന്. കപ്പ ബീഫ് റെഡിയെന്ന്. അവിടെ അതിന്റെ ഫ്രണ്ടിൽ അവൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നപ്പോ ഒരു കള്ള് കുടിയാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിച്ച്, എന്താണ് അവിടെ ഇരിക്കണെന്ന് ചോദിച്ചു. നീ ഈ കള്ള് ഷാപ്പിന്റെ ഇടയിൽ ഇരിക്കണ എന്തിനാന്ന് ചോദിച്ചോ. പറഞ്ഞ് ഞാൻ ആഹാരം കഴിച്ചിട്ട് 5 ദിവസമായി സാറേ എന്ന് പറഞ്ഞ്. ഇത് കേട്ടപ്പോ ആ കള്ള് കുടിയാൻ വല്ലാതായിപ്പോയി. കള്ളം പറയരുതെന്ന് പറഞ്ഞ്, സത്യമാണ് സാറേ ഞാൻ 5 ദിവസമായി ആഹാരം കഴിച്ചിട്ട്. കയറി വാ. ആ പിച്ചക്കാരനെ വിളിച്ചോണ്ട് പോയി വയറ് വെക്ക് ആഹാരവും വാങ്ങിച്ചു കൊടുത്ത് അവന് ആവശ്യമുള്ള പൈസ, അവന്റെ അത്യാവശ്യമുള്ള പൈസ കയ്യിൽ വെച്ച് കൊടുത്ത കള്ളുകാരന്റെ സംസ്കാരം എല്ലാം പോലും ഇല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയക്കാരന്മാർക്ക് അറിയാം. തോന്നിയതുപോലെ വില കൂട്ടാനും ഇങ്ങനെ കതറിട്ട് ഇങ്ങനെ മിനിങ്ങി കിടക്കുന്ന ആളുടെ പിരിവെടുത്ത് കള്ളും കുടിച്ച് കിടക്കുന്ന കുറെ ചോട്ട നേതാക്കന്മാർ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറെ പിറ്റന്ന് പോലെ ഒരു രാഷ്ട്രീയത്തിന്റെ കുപ്പായ എടുത്തതും ഇട്ടുകൊണ്ട് പിരിവെടുത്ത് പിന്നെയുള്ള കാലം മുഴുവൻ ജീവിക്കുന്ന കുറെ എണ്ണം ഉണ്ട്. നമ്മളെ പൊതുവേദിയിൽ തന്നെ ലാസ്റ്റിൽ തള്ളാൻ വരുന്ന കുറെ എണ്ണം ഉണ്ട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കളുടെ അഭിപ്രായം നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് പോകും മുമ്പ് നമ്മുടെ യൂട്യൂബിൽ കൂടി പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. കൃഷ്ണ എ പറയുന്നു, വേറെ ഇൻകം ഒന്നുമില്ല ഗവൺമെന്റിന്, നോ ഇൻഡസ്ട്രീസ്, നോ ഇൻവെസ്റ്റ്മെന്റ്, സോ കിട്ടുന്ന സോഴ്സിൽ നിന്നും മാക്സിമം ഊറ്റുക എന്നാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ റേഷൻ കട വഴി കൊടുക്കണം എന്ന് മിക്സഡ് വീഡിയോ എന്ന് പറയുന്ന ഒരാൾ പറയുന്നു. മറ്റെന്തോ ആയിരിക്കും മിക്സഡ് വീഡിയോയുടെ പേര്. എന്തിനാണ് ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്നതിന് പേരൊക്കെ മാറ്റി ഇടുന്നത് എന്നറിയില്ല. ഇനി സാധാരണ ഇതിലെ ആളുകളൊക്കെ മോശപ്പെട്ട അഭിപ്രായം പറയാൻ വേണ്ടിയാണ് പേര് മാറ്റിയൊക്കെ ഇവിടെ. ഗോളാന്തര വാർത്ത പറയുന്നു, ഹലോ കിരൺ എന്തുണ്ട് വിശേഷം എന്ന് പറയുന്നു. ഗോളാന്തര വാർത്ത എല്ലാ ദിവസവും അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണെന്ന് തോന്നുന്നു. അദ്ദേഹം എല്ലാ ദിവസവും നമ്മളുമായി ഇതിൽ വന്ന അഭിപ്രായങ്ങളൊക്കെ പറയുന്ന ആളാണ്. ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കേരളത്തിൽ മദ്യത്തിന് വില ഇടയ്ക്കിടയ്ക്ക് കൂട്ടാറുണ്ട്. എന്ത് സർക്കാരിന് പണത്തിന് ആവശ്യം വന്നാലും മദ്യത്തിൻ്റെ വിലയാണ് കൂട്ടുന്നത്. മദ്യത്തിൻ്റെ വില കൂട്ടുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്വറിൻ്റെ വില, സാധാരണ മനുഷ്യർ മേടിക്കുന്ന മദ്യത്തിൻ്റെ വിലയാണ് കൂടുതൽ, അതിനാണ് നികുതി കൂടുതൽ. ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്വറിന് അല്ലെങ്കിൽ വമ്പൻ 2000 രൂപയ്ക്കൊക്കെ മേൽ വിലയുള്ള മദ്യത്തിന് അല്ലെങ്കിൽ ഏറ്റവും സമ്പന്നൻ മേടിക്കുന്ന മദ്യത്തിന് ഈ നികുതി ഇല്ല എന്നതുകൂടി നമ്മൾ ഓർക്കണം. എന്താണ് താങ്കളുടെ അഭിപ്രായം? നമസ്കാരം. ഇതിപ്പോ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാർ പോലും രാവിലെ ജോലിക്ക് പോകുന്ന തന്നെ വൈകുന്നേരം വന്ന് പൈസ കിട്ടി കഴിഞ്ഞാൽ മദ്യപിക്കാന്നുള്ളൊരു ചിന്തയിലാണ്.
അതേപോലെ തന്നെ നേരത്തെ കള്ള് ഷാപ്പിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ബാറുകൾക്ക് നിയന്ത്രണം വന്നു. പക്ഷെ എന്നാൽ ബിവറേജ് നിയന്ത്രണം വന്നിട്ടില്ല. പിന്നെ ഈ മദ്യം വില കൂട്ടിയാലും ആൾക്കാർ എപ്പോഴായാലും വാങ്ങിക്കുമെന്ന് അറിയാം. അതുകൊണ്ട് മറ്റുള്ള സാധനങ്ങൾ വില കൂട്ടുന്നതിനേക്കാളും കൂടുതൽ കൂട്ടിയാലും വാങ്ങിക്കാൻ ആളുണ്ട്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് മദ്യത്തിന് ഇങ്ങനെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ശരി, ശ്രീ ശരത്ത് കൂടി ചേർന്നുണ്ട്. ശരത്തും ബാലരാമപുരത്ത് നിന്ന് തന്നെയാണ്. എന്തായാലും ഇന്ന് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങനെ ആളുകൾ കൂടുതൽ ശരത്ത് സേവിക്കണം. ശ്രീ ലാലനാണ് ചേരുന്നത്. ശ്രീ ലാലൻ, താങ്കൾ എങ്ങനെയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ കൂട്ടിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ നികുതി വാങ്ങിക്കുന്ന ഒരു ഇനം എന്ന് പറയുന്നത് മദ്യമാണ്? മറ്റ് വസ്തുക്കളെ ഒന്നും പോലെയല്ല, ആരും ചോദിക്കാനും പറയാനുമില്ല എന്നൊക്കെയാണ് ചിലരൊക്കെ നമ്മളെ വിളിച്ചു ചോദിക്കുന്നത്. എന്താണ് താങ്കളുടെ അഭിപ്രായം? സാറേ നമസ്കാരം. നമസ്കാരമുണ്ട് സാറേ. ഈ ഇപ്പൊ മദ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പൊ റേഷൻ കടയിൽ അരിയും സാധനങ്ങളും ഒന്നുമില്ല റേഷൻ കടകളിൽ. സർക്കാർ കുടിവെള്ളം റേഷൻ കടയിൽ അങ്ങനെ അരിയുടെയും ഇതിന്റെ ക്ഷാമം ഉണ്ടോ? ഇല്ലല്ലോ. അത് സിവിൽ സപ്ലൈസിൽ മാവേലി സ്റ്റോറുകളിലല്ലേ ഉള്ളൂ, അല്ല റേഷൻ കടയിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇല്ലേ? റേഷൻ കട അടച്ചിട്ട് ഇപ്പൊ സമരമായിരുന്നു ഇന്നലെ. മന്ത്രി സാധനം ഇല്ലാത്തതിനല്ലല്ലോ, അത് അവരുടെ മറ്റ് ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടല്ലേ സമരം? സാറേ സാധനമില്ല. ഞാനും ഒരു കടകളിൽ ചെല്ലുമ്പോ പറയാം പച്ചരി ഉണ്ടെന്ന് ചോദിക്കുമ്പോ അതില്ല, പഞ്ചസാര ഇല്ല, മണ്ണെണ്ണ ഇല്ല, ഇതൊന്നും ഇല്ല. ഇപ്പൊ സർക്കാർ സാധാരണപ്പെട്ടവനെ പിഴിഞ്ഞ് കാശുണ്ടാക്കാൻ വേണ്ടി മദ്യം, ഇപ്പം മദ്യത്തിന് എത്ര വില കൂട്ടിയാലും മദ്യപിക്കുന്നവർ അത് എത്രയ്ക്കായാലും മേടിക്കും. സർക്കാരിന് വേറെ ലാഭങ്ങളില്ല. സർക്കാർ സ്ഥാപനങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ OP ടിക്കറ്റ് എടുക്കുന്നതിന് 10 രൂപ കൊടുക്കണം. അവിടുന്ന് എഴുതി തരുന്ന മരുന്നിന് അവിടെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കണം. അതൊക്കെ ഒരു ശ്രീ ലാലൻ, അതൊക്കെ കേരളത്തിൽ ആരോഗ്യ മേഖലയിലൊക്കെ ഇപ്പോഴും ഏത് സർക്കാർ ഇരിക്കുന്നതല്ല, കേരളത്തിൻ്റെ ആരോഗ്യമേഖല പൊതുവെ മെച്ചപ്പെട്ടതാണ്. ഈ സർക്കാർ ആശുപത്രിയിൽ ചെന്നാൽ സൗജന്യ ചികിത്സ കിട്ടുകയും സൗജന്യമായി മരുന്ന് കിട്ടുകയും, അല്ലെങ്കിൽ ചില മരുന്നൊക്കെ പുറത്ത് മേടിക്കണം എന്നൊക്കെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന. ഞാൻ ഇന്നലെ ഒരു എക്സ്റേ എടുക്കാൻ പോയതാ, ഒരു തോളിന്റെ എക്സ്റേ എടുക്കുന്നതിന്. എന്ത് പറ്റിയ വല്ല വീണോ ശ്രീലാലൻ? എവിടെയാണ് പോയത്? കായംകുളത്തെ ആശുപത്രിയിലാണോ പോയത്? കായംകുളം ഹോസ്പിറ്റലിൽ പോയത്. 460 രൂപ എടുത്ത്. സാധാരണപ്പെട്ടവന് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ മദ്യം പുതിയതായിട്ട് തുടങ്ങുന്നതിന് ഇപ്പം അവരുടെ കൂടെ ഭരിക്കുന്ന പാർട്ടികളെ പോലും പിന്നെ കള്ളത്തരം പറഞ്ഞപ്പോ അവര് പോലും എതിര് നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ സാധാരണപ്പെട്ടവനെ ഏത് രീതിയിലും കുരുക്കിലാക്കുക എന്നുള്ള പരിപാടിയിലാണ് ഇപ്പൊ ഈ മദ്യത്തിന്റെ ഇതുണ്ടായത്. എന്തായാലും ശ്രീ സുബ്രഹ്മണ്യൻ കൂടി ചേരുന്നുണ്ട്. എറണാകുളത്ത് നിന്നാണ് ശ്രീ സുബ്രഹ്മണ്യൻ ചേരുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ, ഈ മദ്യത്തിന്റെ വില ഇടയ്ക്കിടയ്ക്ക് കൂട്ടുന്നുണ്ട്, സെസ് എന്ന് പറഞ്ഞ് സെസ് ഏർപ്പെടുത്തുന്നുണ്ട്, വിൽപ്പന നികുതിയിൽ വർധനവ് വരുത്തുന്നുണ്ട്. ശ്രീ തിലകനാണ് തൃപ്പൂണിത്തുറയിൽ നിന്നും. ശ്രീ തിലകൻ, കേരളത്തിൽ എത്ര വില കൂട്ടിയാലും പ്രതിഷേധം ഉയരാത്ത ഒരേ ഒരു വസ്തുവേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. തമാശയായിട്ടൊക്കെ പറയുന്നതാണെങ്കിൽ അത് അത്ര തമാശയാണെന്ന് തോന്നുന്നില്ല. അത് മദ്യത്തിന്റെ വിലയാണ്. അത് തോന്നുമ്പോൾ സർക്കാർ ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണെന്നും പറയുന്നു. അങ്ങനെയൊക്കെ കൂട്ടുന്നത് ശരിയാണോ, അതോ അങ്ങനെ കൂട്ടാമോ? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഹലോ സാറേ, പറഞ്ഞോളൂ. നമസ്കാരം. എന്തായാലും നമ്മൾ ഇന്ന് മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ ഒരു വെളിവില്ലാത്ത ഒരുത്തൻ നമ്മുടെ നെന്മാറയിൽ കാട്ടിക്കൂട്ടിയിരിക്കുന്ന ഒരു ദുഃഖവാർത്തയുടെ ഇടയിലാണ് നമ്മൾ മദ്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യണം, അല്ലെ സാറേ? അതാണ്. പക്ഷെ നമ്മൾ അത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഒരാള് ആ വിഷയത്തിൽ അങ്ങനെ ഒരു ജനത്തിന് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നില്ല. എല്ലാവരും ഒറ്റ അഭിപ്രായം തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുമ്പോഴാണല്ലോ ഈ ചർച്ചയ്ക്ക് ഒരു ചർച്ച എന്ന് പറയുന്നത്, സംവാദം എന്ന് പറയുന്നത് വ്യത്യസ്തം. ഇപ്പം അവിടെ ഒരാൾ ആ തരത്തിൽ കൊലപ്പെടുത്തിയതിനെ നമുക്ക് ആർക്കും, എല്ലാവരും അതിനെ അപലപിക്കുന്നവരാണ്, എല്ലാവരും അതിനെതിരെ നിൽക്കുന്നവരാണ്. ഇന്നലെ ആ വിഷയം നമ്മൾ അത്തരത്തിലേക്ക് എന്തുകൊണ്ടാണ് പോലീസിന്റെ വീഴ്ച ഇന്നലെ ചർച്ച ചെയ്യുകയും ചെയ്തു നമ്മൾ. അല്ല, ഞാൻ അത് ആ ദുഃഖത്തിനോട് ചേർന്നുകൊണ്ട് തന്നെ നമ്മൾ ഇതിനോട് അഭിപ്രായം പറയുന്നത്. ഇവിടെ സാർ എഴുതി കാണിക്കുന്ന ഒരു കാര്യമില്ല, മദ്യം ആരോഗ്യത്തിന് ഹാനികരമെന്ന് സാർ എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അതെ, ഹലോ, എഴുതി കാണിക്കുന്നുണ്ടല്ലോ. മദ്യക്കുപ്പിയുടെ പുറത്തും അങ്ങനെ ഉണ്ടല്ലോ, മദ്യം ആരോഗ്യത്തിന്. അപ്പൊ ഇത് ഗുണകരമല്ല എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം സാറേ. ഇത് ഓരോ മനുഷ്യൻ വെറുത്ത് ഉപേക്ഷിക്കേണ്ട കാലഘട്ടമായി. അത് രണ്ട് വിഷയങ്ങളല്ലേ. ഒന്ന്, മദ്യം ഉപയോഗിക്കുന്നതിനെതിരായ ബോധവൽക്കരണം നടത്തുകയും ആളുകളെ മദ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാ സർക്കാരുകളും ചെയ്യേണ്ടതാണ്. പക്ഷെ ഒരു ഭാഗത്ത് അത് എന്ന് കരുതി സർക്കാർ തന്നെ മദ്യം വിൽക്കുമ്പോൾ അതിന് മറ്റൊരു വസ്തുവിനും ഇല്ലാത്ത രീതിയിൽ ഈ 250% 251% നികുതി ഏർപ്പെടുത്തുക, പിന്നെ അതിനുമേൽ സെസ് ഏർപ്പെടുത്തുക. ഇത് സാധാരണക്കാരായ മനുഷ്യരില്ലേ മഹാഭൂരിപക്ഷം പേരും മദ്യം വാങ്ങുന്നത്. അവരുടെ വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് ഇതിനുവേണ്ടി കൂടി നഷ്ടപ്പെട്ടു പോവുകയല്ലേ? അല്ല, സാർ എന്നിട്ട് അതിന്റെ പ്രധാന പോയിന്റിലേക്ക് വന്നില്ല. സാർ അതിനെ അവഗണിച്ചില്ല. സാർ എഴുതി കാണിക്കുന്നില്ല, ഇത് ഗുണകരം അല്ലാന്ന് എഴുതി കാണിക്കുന്നുണ്ടല്ലോ. അല്ല, അത് നിയമപരമായി തന്നെ കാണിക്കേണ്ടതാണ്. അത് ശരിയാണ്, നിയമപരം അല്ലെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഗുണകരമല്ലാത്ത ഒരു വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇത്രയ്ക്ക് ഈ വ്യാകുലപ്പെടുന്നത്. ഞാൻ പറയുന്നത് ഇത് ഓരോ മനുഷ്യരും, ഞാൻ ഇതിനെ വെറുത്ത് ഉപേക്ഷിച്ച ഒരാളാണ്. ഇതിനെ വെറുത്ത് ഓരോ മനുഷ്യരും ഉപേക്ഷിക്കേണ്ട കാലഘട്ടം അനിവാര്യമായെന്ന് ഞാൻ പറയുന്നത്. സാർ ആ പോയിന്റ് എന്താ സംസാരിക്കാത്ത?
ശ്രീ തിലകൻ, താങ്കൾ വെറുത്ത് ഉപേക്ഷിച്ചാണെന്ന് പറഞ്ഞു. താങ്കൾ ഉപയോഗിച്ചിരുന്ന കാലത്ത് താങ്കളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗം പോകുന്നത് പോലെ എല്ലാ മനുഷ്യരിലും കുറെ മനുഷ്യർ എന്തായാലും ഉപയോഗിക്കുന്നുണ്ട്. ആൾക്കാരും അല്ല, എന്നെ കേൾക്കുന്ന ആൾക്കാർ, എന്റെ നാട്ടിലുള്ള ആൾക്കാരെ എന്നെ കുറിച്ച് അറിയാം. ഞാൻ അങ്ങനെ ഉപേക്ഷിക്കുന്ന, ഞാൻ പറയണത് ഇത് വെറുത്ത് ഉപേക്ഷിക്കുന്ന ഒരു കാലഘട്ടം അനിവാര്യമായെന്നാണ് ഞാൻ പറയണത് സാറേ. ശരി, ഓക്കെ, അത് അങ്ങനെ തന്നെ വേണ്ട. എല്ലാവരും മദ്യം ഉപേക്ഷിക്കാനാണ് വേണ്ടത്. മദ്യം ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒന്നല്ല. മദ്യത്തിൻ്റെ എല്ലാം നേരത്തെ ശ്രീനാരായണ ഗുരു ഒക്കെ പറഞ്ഞതുപോലെ ചെത്തരുത്, വാറ്റരുത്, കുടിക്കരുത്. അത് മദ്യം ഉൽപ്പാദിപ്പിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കുകയോ ചെയ്യരുത്. അത്തരം ഒരു അവസ്ഥയിലേക്കൊക്കെയാണ് പോകേണ്ടത്. പക്ഷേ അതിനോടൊപ്പം തന്നെ മദ്യം വിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. ശ്രീ ജോസഫാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിളിക്കുന്നത്. ശ്രീ ജോസഫ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മദ്യത്തിൻ്റെ വില ഇങ്ങനെ എപ്പോഴും കൂട്ടി സർക്കാരിന് പണം ആവശ്യമായി വരുമ്പോൾ മദ്യത്തിൻ്റെ വില കൂട്ടുക എന്നൊരു രീതി, ആ ഒരു രീതി ശരിയാണോ? സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഈ വിഷയത്തിൽ നമ്മൾ ഫിലോസഫി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് നമ്മൾ ഈ ഗവൺമെന്റ്, ഈ ഡിപ്പാർട്ട്മെന്റ് എന്ത് ആവശ്യത്തിനാണ് ഇത് ഇത്രയും ധൃതി പിടിച്ച് വിലക്കയറ്റം ആക്കിയതെന്ന് വ്യക്തമാക്കാനുള്ള ഒരു കാണിക്കുന്നില്ല. പല പത്രങ്ങളും നോക്കി, അതിലൊന്നും കാരണം കാണുന്നില്ല. ടാക്സ് വർദ്ധിപ്പിക്കുന്ന, ടാക്സ് കൃത്യമായിട്ട് പിരിച്ചെടുക്കുന്ന ഇതിൽ വൻ വീഴ്ചയാണ് ഈ ഗവൺമെന്റ് പല ഭാഗത്തുനിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് ഈ ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഈ ബിക്കോ എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ അവർക്ക് തൊഴിലാളികൾക്ക് ശമ്പളം കൂടാണ്ട് കിട്ടുന്ന മറ്റ് ആനുകൂല്യങ്ങൾ വളരെ വലുതാണ്. ഇതൊക്കെ റേഷൻ കട വഴി വിതരണം ചെയ്തു കഴിഞ്ഞാൽ സർക്കാരിനും നാട്ടുകാർക്കും ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെ പിരിച്ചു വിടണം സാർ. കാരണം അത്രയ്ക്ക് പിന്നെ 250 ഇപ്പൊ അധികം വർധന പറയണത്. അത് 500% ആക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. 500%. സർക്കാർ എന്നിട്ട് വികസനം നടത്തട്ടെ. സർക്കാരിന്റെ എല്ലാ വികസനവും ഇതിലൂടെ തന്നെ ആയിരിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അത് സന്തുലിതമായ ഒരു വികസന പദ്ധതി ആയിരിക്കില്ല. ഈ ബാലേന്ദ്രൻ, ഈ സാമ്പത്തിക വിദഗ്ധരടക്കം പറയുന്നത് ഈ മദ്യം ഉപയോഗിക്കുന്നവരിൽ നല്ലൊരു ശതമാനം പേരും സാധാരണക്കാരായ താഴ്ന്ന വരുമാനക്കാരോ ഇടത്തരം വരുമാനക്കാരായ ആളുകളാണ് കൂടുതലായി മദ്യം ഉപയോഗിക്കുന്നത്. അവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു പങ്കും ഈ തരത്തിലേക്ക് ടാക്സ് അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് സമൂഹത്തിൻ്റെ ആകെ വികസന പ്രക്രിയയ്ക്ക് യോജിക്കുന്ന ഒന്നല്ല. മദ്യം ഉപയോഗിക്കുന്നത് കുറയ്ക്കണമെന്നുള്ളതും അല്ലെങ്കിൽ മദ്യ ഉപയോഗം പൂർണ്ണമായി നിർത്തണം എന്നുള്ളതും മറ്റൊരു വശം. നമ്മളതിൻ്റെ സാമ്പത്തിക വശത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിനകത്ത് മിക്സഡ് യൂട്യൂബ് പറഞ്ഞിരിക്കുന്നത് യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഉണ്ടായ പേരാണല്ലാതെ മോശമായിട്ട് ആരെയും പറയാനൊന്നുമല്ല എന്ന് പറയുന്നു. എന്നാലും സ്വന്തം പേരിൽ വർത്തമാനം പറയണമെന്ന് മറ്റു ചിലരൊക്കെ പറയുന്നുണ്ട്. നമസ്കാരം കിരൺ, വരുമാനം വേണ്ട, ഇനിയും കൂട്ടിയാലും വാങ്ങിക്കുടിക്കുമെന്ന് ഭരണാധികാരികൾക്ക് അറിയാം. ജയ് ജവാൻ എന്നൊക്കെ പറയുന്നു. ജയ് ജവാൻ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചത് ജവാൻ മദ്യത്തെയാണ് എന്നുള്ളത് വ്യക്തമാണ്. എന്നാൽ സർക്കാരിന് പിടിച്ചിരിക്കാനുള്ള ഏക ആശ്രയം ഇതേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ട് ആണ്. ഇതിലും ഭേദം സെക്രട്ടേറിയറ്റ് മുന്നിൽ ഒരു തോർത്ത് വിളിച്ചിരിക്കുന്നതായിരിക്കും സർക്കാർ ചെയ്യുന്ന അഭികാമ്യം എന്ന് പറയുന്നു. രാധാകൃഷ്ണൻ PR ആണ് പറയുന്നത്. ഷാജി ഭാർഗവൻ, അത് അവർ തമ്മിലുള്ള ചില സംവാദങ്ങളും ഒക്കെയാണ്. എന്തായാലും ജയകുമാർ പറയുന്നു, നമസ്കാരം സാർ, മദ്യത്തിൻ്റെ വില 4 ഇരട്ടിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ കേരളത്തിൽ സുലഭമായി കിട്ടുന്ന മയക്കുമരുന്ന് കൂടി സർക്കാർ തലത്തിൽ കൊടുത്താൽ സർക്കാരിന് ഒരു വരുമാനമായി എന്ന് സറ്റേറിക്കലായി പറയുന്നു ശ്രീ ജയകുമാർ. അതോടൊപ്പം തന്നെ രതീഷ് നായർ പാല പറയുന്നു, അറിയാവുന്ന പണി ചെയ്യുന്ന സർക്കാരിനെ കുറ്റം പറയാതെ എന്ന് പറയുന്നു. സാർ നമസ്കാരം, സുഖമാണോ? കൈക്കൂലി വാങ്ങുന്നവർക്ക് കുഴപ്പമില്ല എന്ന് വർഗീസ് P പറയുന്നു. എന്തായാലും ശ്രീ ബാലേന്ദ്രനാണ് കൊല്ലത്തു നിന്നും വിളിക്കുന്നത്. ശ്രീ ബാലേന്ദ്രൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ? പലപ്പോഴും എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഒരു പൊതുസമൂഹത്തിനൊരു കാപട്യമുണ്ട്. മദ്യത്തിൻ്റെ വില കൂട്ടിയാൽ മദ്യം ഉപയോഗിക്കുന്നത് മഹാഭൂരിപക്ഷവും വരുന്ന സാധാരണക്കാരും ഇടത്തരക്കാരുമാണെങ്കിലും ആ വിഷയത്തിൽ ആളുകൾ പരസ്യമായി പ്രതികരിക്കാറില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങളിലും അങ്ങനെയല്ല. പാലിന് വില കൂട്ടിയാൽ മേടിക്കുന്ന ആളിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പശുവിനെ കർഷകർക്ക്, ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അത് നേട്ടം കൂടിയാണ്. രണ്ട് വശം അവിടെയും ഉണ്ട്. അത് നെല്ലിൻ്റെ വില കൂട്ടുമ്പോഴും ഒക്കെ അരിയുടെ വില കൂടുമ്പോഴും ഒക്കെ ഈ രണ്ട് വശമുണ്ട്. കർഷകരുടെ നേട്ടം കൂടിയുണ്ട്. പക്ഷേ അവിടെയൊക്കെ പ്രതിഷേധം ഉയരുമ്പോഴും ഈ മദ്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കാപട്യം മലയാളിക്കുണ്ടോ? നമസ്കാരം. നമസ്കാരം. മദ്യത്തിന് വില കൂട്ടിയ പ്രതികരിക്കാൻ ആളില്ല സാറേ. അവർക്ക് യൂണിയൻ ഇല്ല. അവരൊക്കെ പ്രതികരണ ശേഷി ഇല്ലാത്തവരാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ മാന്യമായിട്ട് സർക്കാരിന്റെ സമയത്ത് കരം കൊടുക്കുന്ന അവർ മാത്രമാണ്. ഒരു വെട്ടിപ്പുമില്ല, തട്ടിപ്പുമില്ല. ശരി, അത് ശരിയാണ്. എല്ലാ ദിവസവും വൈകിട്ട് ഒരു ചെറിയ മദ്യക്കുപ്പി വാങ്ങുന്ന ഒരാൾ എല്ലാ ദിവസവും വൈകിട്ട് സർക്കാരിന് 200-250 രൂപ നികുതി ഇനത്തിൽ നൽകുന്നവരാണ് ഈ സ്ഥിരം മദ്യപിക്കുന്നവർ അല്ലേ? ശരിയാണത്, പറഞ്ഞു. അത് അവരുടെ യൂണിയനോ നേതാക്കളോ ഇതിനെപ്പറ്റി രാഷ്ട്രീയക്കാരോ ആരും പ്രതികരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ക്വാളിറ്റിയുള്ള സാധനം ഉണ്ടാക്കി സാധാരണക്കാരന് വിതരണം ചെയ്ത് നമ്മൾ ഇത് നിരോധിച്ചിട്ട് ഒരു കാര്യമില്ല. നിരോധിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള ആപത്ത് കൂടും. മയക്കുമരുന്നും മറ്റു കാര്യങ്ങളും കൂടി വരും. അതുകൊണ്ട് നിരോധനം ഇതിനൊരു പോംവഴിയല്ല. ഇത് കൊടുക്കുന്നത് മാന്യമായ, മേടിക്കുന്ന പൈസയ്ക്ക് അർഹമായ രീതിയിലുള്ള
ക്വാളിറ്റിയുള്ള താങ്കൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിരോധനം നടത്തിയ നാടുകളിലൊന്നും തന്നെ അത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിഞ്ഞില്ല. അതിന് ആളുകളെ ബോധവൽക്കരിച്ചതിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശാസ്ത്രീയമായ വഴിയും. അത് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. മയക്കുമരുന്നിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു എന്നുള്ളതും ഇതും അതിന്റെ ഒരു മറുവശം കൂടിയാണ്. ശ്രീ മോഹനാണ് തൃശ്ശൂരിൽ നിന്ന്. അതെ, തൃശ്ശൂരിൽ നിന്നും ശ്രീ മോഹനാണ്. അത് നമ്മൾ കോവിഡ് കാലത്തൊക്കെ കേരളം കണ്ടതാണ്, അത്തരത്തിലേക്കൊക്കെ ആളുകൾ സ്വന്തം നിലയിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതൊക്കെ. ശ്രീ മോഹനൻ തൃശ്ശൂരിൽ നിന്നായിരുന്നു. ശ്രീ മോഹനൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? സാർ, എന്റെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഈ മദ്യം വില കൂട്ടി അത് മാത്രം പറഞ്ഞോട്ട് കാര്യമില്ല. നമ്മൾക്ക് ഈ ചർച്ച ചെയ്ത് ചർച്ച വെറുതെ ഒരു എന്താ പറയാ ഒരു പ്രവർത്തനം പോലെ ഞാൻ കണക്കൂട്ടുള്ളൂ. കാരണം ഇപ്പൊ നമ്മൾ ഈ പ്ലാസ്റ്റിക് വിൽക്കാൻ ഈ ഇടാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല, കളയാൻ പാടില്ല, മറ്റാനും മറിച്ചാനും ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഇതുപോലെ തന്നെ ഈ പഞ്ചായത്തിൽ നിന്ന് വരുന്ന ആൾക്കാരും ഈ പറയുന്ന 50 രൂപ വെച്ച് ഈ അടയ്ക്കാൻ നിൽക്കണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ കഞ്ചാവ് വിൽക്കാൻ നടത്തുന്ന ഒരുപാട് ആൾക്കാരെ പിടിക്കണ്ടെന്ന് പറയുന്നുണ്ട്. പറഞ്ഞോളൂ. അപ്പോ ശരി. ശരി, അപ്പൊ നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ ജോസ് ആണ്, അടൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ജോസ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? കേരളത്തിലെ ഈ മദ്യത്തിന് ഏറ്റവും കൂടുതൽ ഒരു വസ്തുവിന് നികുതി ഈടാക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു മദ്യത്തിനായിരിക്കും ഏറ്റവും കൂടുതൽ നികുതി സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ഈടാക്കുന്നത്. 200 രൂപയുടെ സാധനത്തിന് 400 രൂപ മേടിക്കുന്നു. അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ആകെ ആ വസ്തുവിന് ചിലവാകുന്ന തുകയുടെ 4-5 ഇരട്ടിയൊക്കെയാണ് നികുതി ഇനത്തിലും മറ്റ് ഇനത്തിലുമൊക്കെയായി സർക്കാർ വാങ്ങുന്നത്. എന്താണ് താങ്കൾക്ക് ഇതേക്കുറിച്ച് പറയാനുള്ളത്? ഹലോ, നമസ്കാരം. നമസ്കാരം. ജോസ് മാത്യു ആണ്, അടൂരിന്ന്. ശരി, ശ്രീ ജോസ് മാത്യു പറഞ്ഞോളൂ. ഇത് നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട വിഷയം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ വസ്തുതകളൂടി ശരിയായ രീതിയിൽ ഒന്ന് പറയണം. ഇടയ്ക്കിടയ്ക്ക് മദ്യത്തിന് വില കൂട്ടി, മദ്യത്തെ നമ്മൾ വികാരപരമായി കണ്ട് നമുക്ക് ഒരു പൊതുബോധമുണ്ട് മദ്യം എന്താണെന്നും അത് ഉപയോഗിക്കുന്നതിലെ പ്രശ്നങ്ങളും എല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ ഇത് ഇടയ്ക്കിടയ്ക്ക് വില കൂട്ടി എന്ന് പറയുമ്പോൾ അതൊരു പ്രോഡക്റ്റ് ആണ്, ഇന്ത്യയിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ്, കേരളത്തിൽ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്, എസെൻഷ്യൽ പ്രോഡക്റ്റ് അല്ല. അപ്പോഴും ഇതിന്റെ മദ്യത്തിന്റെ വില ഇടയ്ക്കിടയ്ക്ക് കൂട്ടി എന്ന് പറയുമ്പോൾ പിന്നെ മുമ്പ് എപ്പോഴാണ് കൂട്ടിയെന്നൊന്ന് പറയണ്ടേ? അതായത് എനിക്ക് എന്റെ ഓർമ്മയിൽ ഒരു 3 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. 2022 ആണ് മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയത്. നമ്മൾ വില കൂട്ടിയതിന് കൂടെ അതിന് പുറമെയാണ് സെസ് ഏർപ്പെടുത്തിയത്. ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ഈ ചില ബ്രാൻഡുകൾക്ക് 10 രൂപ മുതൽ എത്ര രൂപയാണെന്ന് കൃത്യം എൻ്റെ കയ്യിൽ നോക്കിയിട്ട് പറയാം. എന്തായാലും ആ സമയത്തും വില കൂട്ടിയിരുന്നു. ഇപ്പോഴും 341 ബ്രാൻഡുകൾക്കാണ് വില കൂട്ടിയിരിക്കുന്നത്. ചില ബ്രാൻഡുകളുടെ വില കുറച്ചിട്ടുമുണ്ട്. പക്ഷേ ഈ ആളുകൾ സ്ഥിരമായി വാങ്ങുന്ന ബ്രാൻഡുകൾക്കെല്ലാം ബ്യൂറേസിലടക്കം നമ്മൾ വിളിച്ച് അന്വേഷിച്ചാണ്. സ്ഥിരമായി വാങ്ങുന്ന ബ്രാൻഡുകളുടെ ഒന്നിൻ്റെ പോലും വില കുറഞ്ഞിട്ടില്ല. ആളുകൾ വാങ്ങാത്ത ചില ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അത്തരം ചില ബ്രാൻഡുകളുടെയാണ് ചില കുറവ് വരുത്തിയത്. ബാക്കി വാങ്ങുന്ന എല്ലാ ബ്രാൻഡിൻ്റെയും വില ഇപ്പോൾ ഈ ജവാനൊക്കെ പോലുള്ള മദ്യം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യർ വാങ്ങുന്നതാണ്. ഈ ഡെയിലി അധ്വാനത്തിനൊക്കെ പോകുന്ന മനുഷ്യരൊക്കെ വാങ്ങുന്ന മദ്യമാണ്. അപ്പോൾ അതിനിങ്ങനെ വല്ലാതെ വില കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നുകിൽ അവരെ ശാസ്ത്രീയമായ രീതിയിൽ അവരെ മദ്യപാനത്തിൽ പിന്തിരിപ്പിക്കാൻ കഴിയണം. അല്ലാതെ മദ്യത്തിൻ്റെ വില കൂട്ടി അവരുടെ വരുമാനത്തിന് നല്ലൊരു ശതമാനവും സർക്കാർ കവർന്നെടുത്തിട്ട് അവരോട് ഉപദേശിക്കുക എന്ന് പറയുന്നത് അത് ശരിയാണോ? ശ്രീ ശ്യാമാണ് തിരുവനന്തപുരത്ത് നിന്നും വിളിക്കുന്നത്. ശ്രീ ശ്യാം, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായമുള്ളത്? നമസ്കാരം. ഞാൻ വളരെ ഒരുപാട് ദിവസം ശ്രമിക്കുകയാണ്, കിട്ടുന്നില്ല. പിന്നെ മദ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ, വില കൂട്ടുന്ന കാര്യം പറയുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമല്ല കേട്ടോ. കാരണം എത്ര വില കൂട്ടിയാലും നമ്മൾ ചിന്തിക്കാൻ പറ്റും, നമ്മളെ നാടിനെ അങ്ങനെ ആക്കിക്കളഞ്ഞു. എന്തൊരു കഷ്ടത! ജനങ്ങള്, കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി. ഈ കൊലപാതകങ്ങളും സംഭവങ്ങളും ഈ കാണുന്ന ഈ അടുത്തടുത്ത് നമ്മൾ എത്രയോ സംഭവം എല്ലാം മദ്യത്തിന്റെ പേരിലുള്ളതാണ്. ഇതൊന്ന് കുറയ്ക്കാൻ ഗവൺമെന്റോ അല്ലെങ്കിൽ സർക്കാരോ ശ്രമിക്കുന്നില്ലല്ലോ. പക്ഷെ അവർക്ക് കിട്ടുന്ന കാശ്, ആ വരുമാനം വെച്ചാണ് അവർ കളിക്കുന്നത്. പക്ഷെ ആരോഗ്യത്തിന് ഹാനികരെന്ന് എഴുതി വെച്ചിട്ട് അങ്ങ് കൊടുക്കുക. റോഡിൽ നിന്ന് കുടിക്കാൻ പാടില്ല, വിൽക്കാം. റോഡിൽ നിന്ന് കുടിക്കാൻ പാടില്ല, കൂടിയിരുന്ന് കുടിക്കാൻ പാടില്ല. ഇത് നമ്മുടെ നാട് ഇങ്ങനെ ആയിപ്പോയല്ലോ. കഷ്ടമായിപ്പോയി കേട്ടോ. ഇത് സഹിക്കാൻ താങ്കളുടെ അഭിപ്രായം വളരെ ഗൗരവമായ അഭിപ്രായം തന്നെയാണ്.
കേരളത്തിൽ ഇതിൻ്റെ എല്ലാം ഉപഭോഗം കൂടിക്കൂടി വരികയാണ്. പ്രത്യേകിച്ച് മദ്യത്തിനേക്കാൾ അപകടകരമായി മയക്കുമരുന്നിൻ്റെ ഉപഭോഗം അടക്കം കൂടിക്കൂടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. മദ്യം ഘട്ടം ഘട്ടമായി വർജനത്തിലേക്കൊക്കെ എത്തുക എന്നൊക്കെ പറയുമ്പോഴും പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പ്രായോഗികമായി നടക്കുന്നില്ല എന്നതും യാഥാർത്ഥ്യമാണ്. ശ്രീ മനോജാണ് കോട്ടയത്ത് നിന്നും ചെയ്യുന്നത്. ശ്രീ മനോജ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മദ്യവില ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്നാൽ സർക്കാരിന് വരുമാനം നേടാം എന്നുള്ളതല്ലാതെ അതിനകത്ത് മറ്റെന്തെങ്കിലും നേട്ടമുണ്ടോ? ഇനിയും കൂട്ടണമെന്നേ, ഇത് കണ്ടമാനം കൂട്ടിക്കോട്ടെ. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യം ഉപയോഗിക്കേണ്ടവന് എത്ര രൂപ കൊടുത്താണേലും വാങ്ങുമെന്ന് ഒരാൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് കേട്ട്. ഇതിൽ എനിക്ക് തോന്നിയ ഒരു അതിശയം എന്ന് പറയുന്നത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നാണ് നിങ്ങളടക്കം ഇവിടെ കാണിക്കുന്നുണ്ട് അല്ലേ? അത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. മദ്യപിക്കുന്നവർക്ക്, ആരോഗ്യമുള്ളവർക്ക് ഗുണമൊന്നും ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഇവിടെ നമ്മുടെ AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴത്തേന് ചാരായം നിരോധിച്ചു. ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിച്ചോ? അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. അത് ഈ എക്സൈസ് എന്ന് പറയുന്ന വകുപ്പ്. ശ്രീ മനോജ്, ചാരായം നിരോധിച്ചുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അതിന്റെ സാമൂഹികമായ പ്രത്യാഘാതങ്ങൾ പലതരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യം കൂടിയാണ്. അങ്ങനെ പിന്നീടുള്ള പഠനങ്ങളടക്കം തെളിയിക്കുന്നത് തന്നെയാണ്. അല്ല, അതിന് ഇവിടുത്തെ ഫോഴ്സുകൾ അതിന് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കണമെന്നേ. അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാതെ ഈ താങ്കൾ പറയുന്നത് ശരിയാണ്. മദ്യം പൂർണ്ണമായും ഇല്ലാതെ ഒരു നാടാണ് ഒരു നല്ല നാട്. പക്ഷേ അത് അത്തരം ഒരു പ്രായോഗികതയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതൊന്നും ചെയ്യാതെ ഒരു ദിവസം കൊണ്ട് മദ്യം നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ മദ്യം നിരോധിച്ച സംസ്ഥാനങ്ങളൊക്കെ ഉണ്ട്. ആ നാടുകളിലെല്ലാം വ്യാജമദ്യം വളരെ സുലഭമായി ലഭിക്കുന്ന സംസ്ഥാനങ്ങളാണ്. താങ്കൾക്കടക്കം അത് അറിയാമായിരിക്കും. അവിടെ ആ നാട്ടിൽ പോയിട്ടുള്ളവർക്കടക്കം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതായത് ഇവിടെ കള്ളനോട്ടടിക്കുന്നത് പോലും നമുക്കറിയാവുന്നതാണല്ലോ. ഞാൻ പറഞ്ഞത് മദ്യനിരോധനം നടപ്പാക്കുമ്പോഴത്തേന് അതിന് വേണ്ട പ്രായോഗികതകളൂടി സർക്കാർ തെരഞ്ഞെടുക്കണം. വേണ്ടേ? അത് കൃത്യമായിട്ട് നടപ്പാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ പോക്ക് എങ്ങോട്ടാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. മദ്യം കിട്ടാതെ വരുമ്പോഴത്തേന് അവൻ മയക്കുമരുന്നിലേക്ക് പോകുന്നു അല്ലേ? അതെ, വളരെ ഗൗരവമാണ്. സ്കൂളിലെ കുട്ടികളടക്കം ഇപ്പോൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതിന്റെ കണക്ക് വല്ലാതെ കൂടുന്ന ഒരവസ്ഥയിലേക്ക്, അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത്. സാറേ, ഇത് ദൈവത്തിന്റെ നാട് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നവരാ. പക്ഷെ ഇതിപ്പോ ചെകുത്താന്റെ നാടാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഇതില് ശരീരം വേർക്കാതെ കാശുണ്ടാക്കാൻ മന്ത്രിമാരും അതുപോലുള്ള ആളുകളും ഒക്കെ ഓരോ കൊണ്ടുവന്ന് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുകയാണ്. ഒരു വീട്ടിലും മദ്യം ഉപയോഗിക്കുന്ന ഒരു വീടുകളിലും സ്വൈര്യം. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ഷാനൂരാണ് കൊല്ലത്തു നിന്നും ചേരുന്നത്. ശ്രീ ഷാനൂർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? നമസ്കാരം. നമസ്കാരം. ഇതിനകത്ത് വിലയിരുത്തുന്ന പറഞ്ഞാൽ കേരളത്തിന്റെ ഉപ്പ് മുതൽ കേൾക്കാൻ പറഞ്ഞോളൂ. ഉപ്പ് മുതൽ കർപ്പൂരം വരെ, അതായത് ഉപ്പ് മുതൽ ബെവറേജ് വരെ, അതായത് കള്ളു വരെ വില കൂടിയിരിക്കുന്ന ഈ ഗവൺമെന്റ് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഇത് തുച്ഛമായൊരു കൂടലേ കൂടിയിട്ടുള്ളൂ. അപ്പൊ അതല്ല വിഷയം. എല്ലാ സാധനങ്ങൾക്കും വില കൂട്ടുന്നതിന്റെ കൂടെ സർക്കാർ വില കൂട്ടി. സർക്കാർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടുള്ളത്, ഇന്ത്യയിൽ ഗോവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടാക്സ് വാങ്ങുന്നത് കേരളത്തിലാണ്. 251%. അപ്പൊ ഗോവ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലല്ല, നമ്മൾ അവരുടെക്കാൾ ടാക്സ് കൂടുതലാണ് നമ്മുടേത്. അല്ല, ഞാൻ പറയുന്നത് പെർസെന്റേജ്. ഗോവയിൽ 722% ടാക്സ് മേടിക്കുന്നത് പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ് കിരണെ ഞാൻ പറയുന്നത്. പെർസെന്റേജ് അടിസ്ഥാനത്തിലാണ്. അപ്പൊ രണ്ട് ടാക്സ് എന്ന് പറയുന്നത് നമ്മൾ കണക്ക് കൂട്ടേണ്ടത്, ഒന്ന് എക്സൈസ് ടാക്സ് വരുന്നു, അതിനുശേഷം വിൽപ്പന നികുതി വരുന്നു, അതിനുശേഷം സെസ് വരുന്നു, പിന്നീട് വരുമാനത്തിന് കണക്ക് നോക്കിയാൽ ഇതിന്റെ ലാഭവിഹിതം സർക്കാരിന് പോകുന്നു. അപ്പം ആ കണക്കുകൾ, ടോട്ടൽ കണക്ക്, ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന്റെ ടോട്ടൽ വിലയുമായിട്ടുള്ള കണക്ക് നോക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ശതമാനത്തിന്റെ കണക്ക് പൂർണ്ണമായും വിലയുടെ പ്രായോഗിക വിലയിൽ യോജിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല ഞാൻ പറയാം പ്രായോഗിക വിലയെന്നല്ല. ഓക്കെ, രണ്ടാമത് നമ്മുടെ സംസ്ഥാനമായ കേരളമാണ് 251%. അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ, അതായത് വരുമാന സ്രോതസ്സിന്റെ ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടുന്നത് ഈ കള്ളിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ അതിനകത്തും ഒരു കണക്കനുസരിച്ച് തനത് വരുമാനത്തിന് 23% വരുമ്പോൾ തനത് വരുമാനം ഏത് എന്നുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ കേന്ദ്ര വിഹിതമായി കിട്ടുന്ന നമ്മുടെ നികുതി, ആ നികുതി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ നികുതിയിൽ നിന്ന് കേന്ദ്രം എടുത്തതിന് ശേഷം തരുന്ന നികുതിയാണ്. അത് തനത് വരുമാനമായിട്ടാണ് കണക്കാക്കുന്നവരും ഉന്നത സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരുമുണ്ട്, അല്ലാതെ കണക്കാക്കുന്നവരുമുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കൂട്ടിയേക്കാൾ 12% താഴെയും, മറ്റേ കണക്കിലാണെങ്കിൽ 23%. ഇതാണ് ഒരു കണക്ക്. അല്ലെങ്കിൽ ആ കണക്ക് വെച്ചുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്, ആ കണക്ക് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തിന് സാമ്പത്തിക സ്രോതസ്സുള്ള ഒരു മേഖലയാണ് ഈ മേഖല, ആൽക്കഹോൾ ഈ മേഖല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ കണക്ക് ഇത് വില കൂടിയതിൽ ചെറിയൊരു ശതമാനം, അതായത് പയറിന്റെയും അരിയുടെയും
സവാളയുടെയൊക്കെ വില വെച്ച് നോക്കുമ്പോൾ ഇത് വില കുറവാണ് കള്ളിനിപ്പോൾ ഉള്ളത്, ചെറിയൊരു ശതമാനമാണ്. പക്ഷേ ഇങ്ങനെ വില കൂട്ടി മേടിക്കുമ്പോഴും അവർക്ക് വേണ്ടിയുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ, എൻ്റെ ഒരു ഇത്, ഞാൻ മദ്യപിക്കുന്ന ഒരാളല്ല, പക്ഷെ മദ്യപിക്കുന്നവന് മദ്യപിക്കാം, ഇല്ലാത്തവന് അങ്ങനെ വേണമെങ്കിൽ നടക്കാം, അവരവരെ ഇഷ്ടമാണ് ഈ നാട്ടിൽ. പക്ഷെ ഇതിൽ പശ്ചാത്തല സൗകര്യം ഇപ്പോഴും ഈ ബീവറേജിൽ വന്ന് നിന്ന് വെയിലും മഴയും കാറ്റും കൊണ്ട് ഇടി കൊണ്ടാണ് ഇത് വാങ്ങുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തല സാഹചര്യം സർക്കാർ മാറ്റണം. ഇത്രയും സാമ്പത്തികം കിട്ടുന്ന ഒരു സ്ഥലത്ത് അല്ല, ഒന്ന് കിരണേ ഒന്ന് ഒരു 30 ദിവസങ്ങൾ. അപ്പൊ ഈ പശ്ചാത്തല സൗകര്യം മാറ്റിയിട്ട് ഇപ്പോഴും തെള്ളിയാണ് നിൽക്കുന്നത്. മറ്റുള്ള സർക്കാർ ടോക്കൺ വെക്കുന്നു, ടോക്കന് പൈസ ഏർപ്പെടുത്തുന്നു, അവരെ VIP-കളായിട്ട് അംഗീകരിക്കുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഈ മേഖലയിൽ ചെലവാക്കുന്ന ആളുകൾക്ക് ഇപ്പോഴും നമ്മൾ ഈ ഹൈവേയിൽ സഞ്ചരിച്ചാൽ, ഞാൻ കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ സഞ്ചരിക്കുമ്പോൾ എറണാകുളം റോഡിൽ ആൾക്കാർ ഇന്ന് തെള്ളിയാണ് ഇങ്ങനെ മേടിക്കുന്നത്. അവർക്കൊരു ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുക ഇത്രയും വരുമാനം വരുന്ന ഒരു മേഖലയിൽ നിന്നും. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. യൂട്യൂബിൽ ശ്രീ വിജു ദാമോദർ പറയുന്നു, മാപ്രകൾക്ക് നല്ല വിഷമം കാണും, കിട്ടുന്ന കുപ്പിയും കോഴിക്കാലും എണ്ണം കുറയുമോ എന്നൊക്കെ. മാപ്രകളെല്ലാവരും, താങ്കൾ ഉദ്ദേശിച്ച മാധ്യമപ്രവർത്തകരാണെന്ന് മനസ്സിലായി, എല്ലാവരും കുപ്പിയും കോഴിക്കാലും വാങ്ങിയല്ലേ, ഇങ്ങനെയൊക്കെ കുറേ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. താങ്കൾ അത് അങ്ങനെ കൊടുത്ത് ആർക്കെങ്കിലും നിന്ന് ഏതെങ്കിലും വാർത്ത എഴുതുകയോ വരുത്തുകയോ വല്ലതും ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് ഇങ്ങനെ വന്ന് താഴെ വന്ന് എഴുതി വെക്കുക എന്നുള്ളതല്ല. ഒരു സാമാന്യ മര്യാദയ്ക്ക് ആ വിഷയത്തിൽ അഭിപ്രായമുണ്ടെങ്കിൽ അത് പറയുക എന്നുള്ളതാണ്. ശ്രീ വിജു ദാമോദർ, ഒറിജിനൽ പേരാണെങ്കിൽ താങ്കൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ ജോൺസൺ ദേവസി പറയുന്നു, സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നു, എല്ലാ കടകളിലും വേണം മദ്യം എന്നാണ് പറയുന്നത്. അങ്ങനെ കടകളിൽ മദ്യം വിൽക്കുന്ന സുലഭമായി നിൽക്കുന്ന രാജ്യങ്ങൾ പലതുമുണ്ട്. മദ്യത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിലല്ല ഒരു രാജ്യത്തെ മദ്യ ഉപഭോഗം വർദ്ധിക്കുന്നതും കുറയുന്നതുമൊന്നും. അതൊന്നും ശാസ്ത്രീയമല്ല എന്ന് പലപ്പോഴും തെളിയിക്കപ്പെട്ടില്ല. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാർ ജനങ്ങളെ എങ്ങനെ കൊല്ലാമെന്ന് നോക്കുന്നു, ക്യാഷ് കൂട്ടി വിഷം വിറ്റഴിക്കുന്നത് എങ്ങനെ എന്ന് നോക്കുന്നു, കുടുംബ സമാധാനവും ലോകസമാധാനവും ഇല്ലാതാക്കുന്നുവെന്ന് ഡെയ്സി അനീഷാണ് പറയുന്നത്. തോമസ് സെബാസ്റ്റ്യൻ, ബോധമുള്ള ഒരുത്തരെയും കിട്ടിയില്ലേ നിങ്ങൾക്ക് അഭിപ്രായം ചോദിക്കാൻ എന്ന് പറയുന്നത്. ആരെ ഉദ്ദേശമാണെന്ന് മനസ്സിലായില്ല. എന്തായാലും മദ്യവും മയക്കുമരുന്നും സുലഭമാണ്, മദ്യത്തിന് വില കൂട്ടുമ്പോൾ മയക്കുമരുന്ന് ഉപയോഗം കൂടുമെന്ന് കൃഷ്ണദാസ് പറയുന്നു. പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് മദ്യപിക്കുന്ന സർക്കാർ മദ്യപിക്കുന്നതിൻ്റെ കാരണം അവർ സ്കൂളിൽ വെച്ച മോറൽ സയൻസ് പഠിക്കാത്തതാണ് കാരണമെന്ന് ധരിച്ചു വെച്ചിരുന്നല്ലേ ഞാൻ എന്ന് കൃഷ്ണ പറയുന്നു. തമാശയായിട്ടാണോ പറഞ്ഞത്, ഇനി എന്താണ് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് അഭിപ്രായം? നമസ്കാരം കിരണ. ഇത് കാത്തിരുന്ന് കാലങ്ങൾ പോകും, എത്ര നേരമായി കാത്തിരിക്കുന്നു. അയ്യോ, ക്ഷമിക്കണം കേട്ടോ, ഒരുപാട് ആളുകൾ വിളിക്കുന്നത് കാരണം പറ്റിപ്പോകുന്നതാണ് നമുക്ക് എല്ലാം കൂടി. പൊതുവെ ഈ വിഷയത്തെ പറ്റി പറയാത്തൊരു കാര്യമുണ്ട്, അത് ഞാൻ പറയാം. 2 കാര്യങ്ങളും പറഞ്ഞോളൂ. ഇതുവരെ അധികം പറഞ്ഞു കേട്ടില്ല. ഈ ഒരു വിലവർധന എല്ലാ മേഖലയിലും കൂലി വർദ്ധിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു പണിക്കാരനെ കിട്ടിയാൽ, നമ്മൾ പറമ്പിൽ ഞങ്ങളുടെ നാട്ടിൻപുറത്ത് പണിക്കൊക്കെ എന്ന് പറഞ്ഞാൽ പണ്ട് 500 രൂപയ്ക്ക് ചെയ്യണ പണി പോലും ഇപ്പൊ 1100-200 കൊടുത്താൽ ചെയ്യുന്നില്ല. അപ്പൊ ഓരോ വർധനയിലും അവർ പറയുന്നത് വില വർധനയെ പറ്റിയാണ്. പക്ഷെ അവർ വില വർധനയെന്നേ പറയുള്ളൂ. മദ്യത്തിന് എന്ന് കൂടിയ അടുത്ത പെട്ടെന്ന് തന്നെ കൂലി വർധന ഉണ്ടാവും. അങ്ങനെ ഒരു വഴി എല്ലാവർക്കും കിട്ടും ഇതിൽ കൂടെ. രണ്ടാമത്, ഈ കൊടുക്കുന്ന മദ്യം ഇനിയിപ്പോ പൊതുവേ റെഗുലറായിട്ട് കഴിക്കുന്ന, ചെയിൻ സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ ചെയിനായിട്ട് ഡ്രിങ്ക് ചെയ്യണവർ പറയുന്നത് ഇത് കളിപ്പിക്കലാന്നാണ്. കാരണം പണ്ട് 2 അടിക്കാണത്ത് ഇപ്പൊ 4 അടിച്ചാലും ഒരു ഏശലും ഇല്ലെന്നാ പറയുന്നത്. എന്റെ ലഹരി കുറച്ചിട്ടിരിക്കണം എന്നാ പറയുന്നത്. അതവര് ചിലപ്പോൾ സ്ഥിരമായി അടിച്ചടിച്ച് ആ പരുവമാകുന്നത് കൊണ്ട് പറയുന്നതായിരിക്കും, സ്ഥിരം അടിക്കുന്ന ആളുകളൊക്കെ പറയുന്നതാണെങ്കിൽ ചിലപ്പോൾ. അതല്ല ഇത് എല്ലാരും അങ്ങനെ പറ്റിയല്ല. ആരോഗ്യമുള്ളവർ പോലും പറയുന്നത് മുൻപ് കിട്ടുന്നതിന്റെ പകുതി ലഹരി, അതിന്റെ ആൽക്കഹോളിന്റെ തോത് കുറച്ചിട്ടിരിക്കണം. കാരണം അതിന്റെ ലക്ഷ്യം വക്രബുദ്ധിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കൂടുതൽ കഴിച്ചാലേ കൂടുതൽ കാശ് അങ്ങോട്ട് ചെല്ലത്തുള്ളൂ. ഇതൊക്കെ ഭയങ്കര ഒരു സീക്രട്ടാണത്. ഇതിന്റെ കാര്യമായിട്ട് കഴിച്ചാലേ പിന്നെ ഷാപ്പില് കറിക്ക് കണ്ടമാനം എരിവേർക്കണ എന്തിനാ, എന്റെ കൊച്ചുഭാവ പറയും പോലെ എന്നാലേ കള്ള് കൂടുതൽ കുടിക്കുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ. എന്ന് പറഞ്ഞ പോലെ ഇത് മുഴുവനും ജനത്തെ വറങ്ങി ഇവിടെ പിരിഞ്ഞെടുക്കാനാണ്. കാരണം എന്ന് പറഞ്ഞാൽ കുടിക്കാൻ പോകുന്നവന് ഷാപ്പിൽ ചെല്ലുമ്പോഴത്തേക്ക് എന്തെങ്കിലും കിടന്ന് അവൻ എടുത്ത് കളഞ്ഞിട്ട് മിണ്ടാ കുടിച്ചിട്ട് പോകും. അതുകൊണ്ട് വീട്ടിൽ വന്നൊരു കറിക്ക് ഉപ്പ് ഇത്തിരി വ്യത്യാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ പെണ്ണുമ്പിള്ളയുടെ തലക്കെട്ടിടിക്കും. ശരി, ഇപ്പോഴൊന്നും ശ്രീ ശശിധരൻ, പുതിയ കാലത്തൊന്നും അങ്ങനെ പെണ്ണുമ്പിള്ളയുടെ തലക്കെട്ടിടിക്കാനൊന്നും കഴിയില്ല. പലരും മിണ്ടാതിരുന്നിട്ട് സഹിച്ചിട്ടാണ് ഇന്നും ഉണ്ട്. അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ പുതിയ കാലത്തൊക്കെ ആളുകൾ പുതിയ തരത്തിലേക്കൊക്കെ മാറ്റി അവരവരുടെ മക്കളെ ഓർത്തിട്ടും
കുടുംബത്തിന് ഓർത്തിട്ട് പലരും സഹിക്കുകയാണ്. അച്ഛനെങ്കിലും ചെറിയെങ്കിലും പറയും ഒരു തർക്കവും. ശരി, ശ്രീ ശശിധരനാണ് പറഞ്ഞത്. ശ്രീ നന്ദകുമാറാണ് എറണാകുളത്ത് നിന്നാണ് ചെയ്യുന്നത്. ശ്രീ നന്ദകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമ്മുടെ സമൂഹത്തിന് പലപ്പോഴും ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പറയാൻ വളരെ മടിയുണ്ട്. അത് പൊതുവായി ചർച്ച ചെയ്യാനും ഒക്കെ മടിയുള്ള ആളുകളുണ്ട്. അത് മദ്യത്തിൻ്റെ കാര്യമാകുമ്പോൾ പ്രത്യേകിച്ച് ഇനി ഞാൻ അതിനെ അനുകൂലിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ വില കൂട്ടി എതിർത്ത് പറഞ്ഞാൽ ഇനി ഞാൻ മദ്യത്തെ അനുകൂലിക്കുന്ന ആളായി പോകുമോ എന്നൊക്കെയുള്ള ഭയമുള്ളവരും ഒക്കെ ഉള്ളവരാണ്. യഥാർത്ഥത്തിൽ മലയാളികൾക്ക് പലതരത്തിലും കാപട്യമുള്ള ഒരു മനുഷ്യർ കൂടിയാണ് ചില അഭിപ്രായങ്ങളിലും ചില കാര്യങ്ങളിലുമൊക്കെ. ശ്രീ രാജീവ് എറണാകുളത്ത് നിന്നും താങ്കൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാലേ, പറഞ്ഞോളൂ. നമുക്ക് ഈ മദ്യത്തിനെ കുറിച്ച് പറയേണ്ട പ്രത്യേക കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ബൈബിളും ഖുറാനും ഭഗവത്ഗീതയിലും എല്ലാത്തിലും മദ്യത്തിനെ കുറിച്ച് വിവരിച്ചിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്ത് വില കൂടിയാലും ശരി മദ്യം കഴിക്കേണ്ടവർ അത്യാവശ്യം കഴിക്കും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറഞ്ഞ് 4 പെഗ് അടിക്കേണ്ടടുത്ത് 6 അടിച്ചാലായിരിക്കും ചിലപ്പോൾ കിക്കാണത്. പിന്നെ ആൾക്കാരായിട്ട് മാക്സിമം ബുദ്ധിമുട്ടിക്കാതെ എൻ്റെ ഒരു തുറന്ന അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത് പൈപ്പ് വഴി വിതരണം ചെയ്യണം എല്ലാ വീടുകളിലോട്ടും. ആവശ്യമുള്ളവർക്ക് കഴിച്ചാൽ മതി, ആവശ്യമില്ലാത്തവർ കഴിക്കണ്ട. അതൊക്കെ ഇച്ചിരി കടന്ന കൈയായി പോവില്ലേ ശ്രീ രാജീവ്? എല്ലാം മോഡേണൈസ്ഡ് ആക്കണമല്ലോ. ശരി, ഓക്കെ. എന്തായാലും രാജീവിന്റെ അഭിപ്രായം ഗ്യാസ് പൈപ്പിൽ വരുന്നതുകൊണ്ട് അത് വരട്ടതില്ല. എന്തായാലും രാജീവിന്റെ അഭിപ്രായം എന്തായാലും സാറ്ററിക്കലായി പറഞ്ഞതാണ് എന്ന് കരുതുന്നു. ശ്രീ ബാലൻ വി പറയുന്നു, വൈ ആർ യു പീപ്പിൾ ക്രൈയിങ് സോ മച്ച്? ആൽക്കഹോൾ ഈസ് നോട്ട് എ ലൈഫ് സേവിങ് മെഡിസിൻ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ജലീഷ് ജോൺ പറയുന്നു, കൂലിപ്പണിക്കാരുടെ കൂലി ഇപ്പോൾ 1000 രൂപ, മദ്യവില കൂടിയതുകൊണ്ട് ഇനി 100 രൂപ കൂടും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ മറ്റ് ചിലരുടെ കൂടി അഭിപ്രായങ്ങളുണ്ട്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്നും. ശ്രീ സന്തോഷ്, എങ്ങനെയാണ് താങ്കൾ ഈ കാസർഗോഡൊക്കെ അതിർത്തിയിൽ ഉള്ള ആൾ, പക്ഷേ ഇപ്പോൾ കർണാടകയും വില കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ? ഈ നേരത്തെയൊക്കെ വില കുറഞ്ഞിരുന്ന കാലത്ത് കാസർഗോഡ് നിന്ന് ആളുകൾ കർണാടകയിലൊക്കെ പോയി അല്ലെങ്കിൽ കണ്ണൂരിലൊക്കെ ഉള്ള ആളുകൾ മാഹിയിലൊക്കെ പോയി വാങ്ങിയിരുന്നു അല്ലേ? ഇല്ല, ഒരിക്കലും കർണാടകത്തിൽ ആ റേറ്റ് വരുന്നില്ല. കാരണം 350 രൂപ റേറ്റ് 1 ലിറ്റർ സാധനത്തിനുള്ള സമയത്ത് ഇവിടെ 1000-ന് മുകളിൽ വരുന്നുണ്ട് 1 ലിറ്റർ സാധനം, സെയിം സാധനം. അപ്പൊ എന്താണ് ഈ സ്പിരിറ്റിന്റെയും ഇതിന്റെയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ഈ രണ്ട് ചേർക്കുന്നത്? അപ്പൊ സർക്കാർ ഇത് എത്ര വില കൂട്ടിയാലും ജനങ്ങൾ വാങ്ങുമെന്ന് സർക്കാരിനറിയാം. അതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ഇത് ലോട്ടറിയിലും ഇതിലും സർക്കാർ ജനങ്ങളെ പറ്റിച്ച് വാങ്ങുകയാണ്. കാരണം ഇതിന് ഒരു സ്ട്രൈക്ക് ചെയ്യാനാവില്ല, ഒരു സമരം നടത്തിയാൽ കൂട്ടിക്കാനാവില്ല, സമരം നടത്തിയാൽ കുറയ്ക്കൂല. ഇതൊക്കെ വരുന്നത് അടുത്ത UDF സർക്കാരെങ്കിലും 100 രൂപ എങ്കിലും കുറയ്ക്കൂ എന്ന് പറഞ്ഞു നോക്കെ, എത്ര വൻപിച്ച ഭൂരിപക്ഷത്തോളം ജയിക്കും. കാരണം ഇന്ന് 1000 രൂപ കൂലിയുള്ളവൻ 700 രൂപയ്ക്ക് സാധനം മേടിക്കണം. ഈ 700 രൂപയ്ക്ക് സാധനം മേടിച്ചാൽ അവന്റെ വീട്ടിൽ ഭാര്യ തൊഴിലുറപ്പിന് പണിക്ക് പോകണമെങ്കിൽ ആ പൈസ കൂടെ മേടിച്ചിട്ട് വേണം അവന് മത്താവാൻ വേണ്ടിട്ട്. ഒന്ന് തലയ്ക്ക് പിടിക്കണമെങ്കിൽ അവൻ അതും കൂടെ വാങ്ങി അടിച്ചാലേ അവര് പിന്നെ മദ്യപിക്കാൻ പറ്റുള്ളൂ. ആ അവസ്ഥയിലേക്ക് സർക്കാർ എത്തിച്ചാണ്. ഇത് ചോദിക്കാനും പറയാനും താങ്കൾ ഇച്ചിരി കടത്തിയാണ് പറയുന്നത്. അങ്ങനെ 700 രൂപയ്ക്കൊക്കെ മേടിച്ച് 1000 രൂപ കിട്ടുന്ന കൂലി കിട്ടുന്നവൻ മദ്യപിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവനെ മദ്യപാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക തന്നെയാണ് വേണ്ടത്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് 18 പൊതുവേദി തുടരുകയാണ്. ന്യൂസ് 18 പൊതുവേദി മദ്യത്തിൻ്റെ വില തോന്നുമ്പോൾ കൂട്ടുന്നത് ശരിയാണോ എന്നുള്ള വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നത്. ശ്രീ ദീപു, കേരളത്തിൽ പലപ്പോഴും ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യത്തിന് നികുതി വാങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മറ്റു പല വസ്തുക്കളുടെയും വില കൂട്ടുമ്പോഴൊക്കെ പ്രതിഷേധങ്ങൾ ഉയരുകയും മാറ്റാറുമൊക്കെ ഉണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ വില കൂട്ടുമ്പോൾ അത്തരത്തിലേക്കുള്ള പരസ്യ പ്രതിഷേധങ്ങളോ അങ്ങനെ മാധ്യമങ്ങളിൽ ചർച്ചകൾ പോലും വരാറേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മഹാഭൂരിപക്ഷം വരുന്ന മദ്യം ഉപയോഗിക്കുന്നവരും സാധാരണക്കാരായ ആളുകളോ അല്ലെങ്കിൽ ഇടത്തരക്കാരോ ദരിദ്രരായ വരുമാനം ഉള്ളവരോ ഒക്കെയാണ്. എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം? ഇല്ല, മദ്യം ഒരു എസെൻഷ്യൽ കമ്മോഡിറ്റി അല്ല. അത് വേണ്ടവർ ഉപയോഗിച്ചാൽ മതി എന്നാണ് പറയുക. അതായത് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകം എല്ലാവരും കൽപ്പിച്ചു കൊടുക്കുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. കോൺഗ്രസ്സുകാർ മദ്യപിക്കില്ല, ലീഗുകാർ മദ്യപിക്കില്ല, BJP അല്ല. കിരൺ പറയുന്ന സത്യം. അവരങ്ങനെയാണല്ലോ പറയുന്നത്. അവർ ഗാന്ധിജിയെ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പാർട്ടി നോക്കിയാണ് കേരളത്തിൽ മദ്യപിക്കുന്നത്. കേരളത്തിൽ എങ്ങനെയാണെന്നേ ഞാൻ ആ വിഷയത്തിന്റെ കൂടെ ചേർത്ത് പറയണമല്ലോ. പിന്നെ അവർക്കൊന്നും പ്രശ്നമില്ലല്ലോ.
പിന്നെ അവരെന്തിനാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? അങ്ങനെ ദീപു പറയുകയാണെങ്കിൽ, ദീപുവിന്റെ പറച്ചിലിന്റെ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ മദ്യപിക്കുന്നതിൽ നല്ലൊരു ശതമാനം പേരും ഇടതുപക്ഷക്കാരാണെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അങ്ങനെ ദീപു അല്ലേ അങ്ങനെ പറയുന്നത്? അങ്ങനെ പറഞ്ഞാൽ അല്ല, അങ്ങനെ ഞങ്ങള് മദ്യപിക്കില്ലെന്നോ അല്ലെങ്കിൽ മദ്യം കൊണ്ട് ഇങ്ങനെ അതിനകത്ത് മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ അത് പാർട്ടി നോക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം നിങ്ങൾ പറയാൻ സമ്മതിക്കുന്നേ, നിങ്ങൾ പറയുന്ന സത്യമാണ്. അവര് മദ്യപിക്കാറുണ്ട്, അന്ന് നിങ്ങൾ പറഞ്ഞു, അതൊരു നല്ല കാര്യം. അവര് പറയുന്നത് അവര് മദ്യപിക്കാറേ ഇല്ല. ഈ എന്തുകൊണ്ടാണ് ഇപ്പൊ മദ്യത്തിന്റെ ഏകദേശം 16-17 മാസം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മദ്യത്തിന്റെ വില കൂട്ടിയത് എന്ന് കിരൺ തന്നെ പറഞ്ഞു, അല്ലേ? അപ്പം ഇത് കൂട്ടാനുണ്ടായ കാര്യം സർക്കാർ അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് കഴിഞ്ഞ വർഷം കൂട്ടാൻ പറഞ്ഞു, കൂട്ടിയില്ല. ഇപ്രാവശ്യം കൂട്ടാൻ പറഞ്ഞു, കൂട്ടി. എന്തുകൊണ്ടാണ് കൂട്ടിയത്? സ്പിരിറ്റിന്റെ പ്രൈസ് കൂടി. സ്പിരിറ്റ് ആരാണ് ഉത്പാദിപ്പിക്കുന്നത്? കോൺഗ്രസ്സുകാരായിട്ടുള്ള ആൾക്കാരാണ് കർണാടകത്തിൽ സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്. അവര് കുറയ്ക്കാൻ പറഞ്ഞപ്പോൾ എന്തിനാണ് എന്തായാലും ശ്രീ ദീപുവിന്റെ വാദം എന്തായാലും അങ്ങനെ കോൺഗ്രസ്സുകാരാണ് മൊത്തം സ്പിരിറ്റ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ കള്ളു കുടിക്കുന്ന ആളുകളൊക്കെ ഏതെങ്കിലും പാർട്ടിക്കാരാണെന്നുള്ള അഭിപ്രായമൊന്നും അങ്ങനെ പഠനമായി നടത്തിയിട്ടില്ല. അല്ല, കിരൺ അത് പറഞ്ഞത് നന്നായി. അവര് പറയുന്നത് പൊളിച്ചല്ലോ. അങ്ങനെ അവരങ്ങനെ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ല ശ്രീ ദീപു. നിങ്ങളിങ്ങനെ ഈ വിഷയത്തെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇവരാരും മദ്യം കഴിക്കാത്തവര് പിന്നെ എന്തിനാണ് ഇതിനകത്ത്? ശരി, അതല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച വിഷയം, അതല്ല മദ്യം കഴിക്കുന്നതിന്റെ വിഷയമല്ല. മദ്യം കഴിക്കാത്തവർക്ക് മദ്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാം, അത് മറ്റൊരു കാര്യം. മദ്യം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ എന്നുള്ളതല്ല മദ്യത്തെക്കുറിച്ച് നാടിന്റെ പോളിസിയെ സംബന്ധിച്ച് അഭിപ്രായം പറയുന്നത്. ന്യൂസ് 18-ലെ ഒരു മാധ്യമ പ്രവർത്തനം പറഞ്ഞു കോൺഗ്രസ്സുകാർ ഇവരുമെല്ലാം മദ്യപിക്കുന്നു. നന്നായി. അങ്ങനെ കേരളത്തിലെ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും പാർട്ടിക്കാർ മദ്യപിക്കാത്ത ഇതുവരെ കണ്ടെത്തിയതായി എനിക്കറിയില്ല. എന്നാലും ഈ നാട്ടിലൊക്കെ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ആരും പറയുന്നില്ല. ശ്രീ ദീപു, കൊല്ലത്തുനിന്ന് ശ്രീ ഷാജിയാണ് വിളിക്കുന്നത്. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഈ മദ്യത്തിന്റെ വില കൂട്ടുന്നതിനെ കുറിച്ച്? ഏറ്റവും കൂടുതൽ നികുതി മദ്യത്തിൽ നിന്ന് വാങ്ങുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നുകൂടിയാണ് കേരളം. വരുമാനം കണ്ടെത്തേണ്ടത് ഈ മദ്യത്തിന്റെ വില കൂട്ടിയാണോ? അല്ല, മദ്യത്തിന്റെ ഉൽപാദന ചെലവ് കൂടിയതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ പിന്നെ ഇപ്പം ഒരു ചെറിയ വർധന ഉണ്ടായെന്ന് പറയുന്നത്. അത് ഈ പറയുന്നവർ ആവശ്യമുള്ളവർ മേടിച്ച് കഴിച്ചാൽ മദ്യ കമ്പനികളുടെ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന മദ്യ കമ്പനികളുടെ ആവശ്യം ഉന്നയിച്ചിട്ടാണ്. മദ്യത്തിന്റെ ഉൽപ്പാദനത്തിന് ചെലവ് കൂടിയെന്ന് പറഞ്ഞാൽ ഈ 100 രൂപയുടെ മദ്യം 100 രൂപ ചെലവാക്കുന്ന ഒരു മദ്യത്തിന് പുറത്ത് വാങ്ങുമ്പോൾ ഏകദേശം 400 മേൽ വിലയാണ്. അല്ലെങ്കിൽ 100-200 നമ്മൾ ഈ 1000 രൂപയ്ക്കൊക്കെ കേരളത്തിൽ വിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു 700-1000 ഇടയ്ക്ക് വിൽക്കുന്ന ഒട്ടുമിക്ക മദ്യത്തിന്റെയും അടിസ്ഥാന വില എന്ന് പറയുന്നത് 100 രൂപയോ 150 രൂപയോ താഴെയാണ്. അപ്പോൾ അവിടെ വില കൂടിയാലും അതിനനുസരിച്ചൊന്നും ഈ 100 രൂപ വരെ ഒന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് ആ വാദമൊന്നും അത്ര ലോജിക്കലായ വാദമൊന്നുമല്ല. അല്ല, ലോജിക്കലാണെന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ കാലാകാലങ്ങളിൽ എടുക്കുന്ന മദ്യ നയത്തിന്റെ തീരുമാനം അനുസരിച്ച് അതിന്റെ ഭാഗമായിട്ട് വില കൂടിയിട്ടുണ്ട്, സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സെസ് കൊണ്ട് മറ്റു പല കാര്യങ്ങളും പിന്നെ അത് തന്നെയാണ് ശ്രീ ഷാജി ചോദ്യം. എല്ലാം ഈ മദ്യം ഒരു ഭാഗത്ത് നിന്ന് മദ്യത്തിന്റെ മദ്യം വർജിക്കണമെന്ന് പറയുന്നു, മറുഭാഗത്ത് മദ്യം മേടിക്കാൻ സാധാരണക്കാരന്റെ പണം കൂടുതൽ വാങ്ങും. അതിന്റെ കൂടെ ഒന്നും കൂടെ പറഞ്ഞോട്ടെ, ഇതിനേക്കായി പ്രാധാന്യമുള്ള ഒരു വിഷയം നിരവധി വിഷയങ്ങൾ കിടക്കുമ്പോൾ ഇതെടുത്തത് പ്രധാനപ്പെട്ട വിഷയമല്ലേ ശ്രീ ഷാജി? കേരളത്തിലെ നല്ലൊരു ശതമാനം പേർ മദ്യം ഉപയോഗിക്കുന്നവരാണ്. അത് വിഷയം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ നിങ്ങൾക്കുണ്ട്. അതല്ല എന്റെ ചോദ്യം, സംശയമാണ്. കേരളത്തിൽ നല്ലൊരു ശതമാനം ആളുകൾ മദ്യപിക്കുന്നത്. ഈ കേരളത്തിൽ വന്ന് കേരളത്തിലെ ഏത് ബിവറേജിൽ തിരക്കാൻ നിന്നാലും താങ്കൾക്ക് മനസ്സിലാവും, മദ്യപിക്കാൻ വരുന്നതിനകത്ത് നല്ലൊരു ശതമാനം പേര് ഇടത്തരക്കാരോ താഴ്ന്ന വരുമാനക്കാരായ മനുഷ്യരാണ്. ഏറ്റവും കൂടിയ വരുമാനക്കാർക്ക് വാങ്ങിക്കാനുള്ള മദ്യത്തിന് ഇത്രയും നികുതിയൊന്നുമില്ല. അതിന് 113% നികുതിയേ ഉള്ളൂ. സാധാരണക്കാർ മേടിക്കുന്ന മദ്യത്തിനാണ് ഈ 251% നികുതി മേടി. സാധാരണക്കാരെയാണ് കൊള്ളയടിക്കുന്നത് സർക്കാർ, വലിയ വരുമാനക്കാരെ ഒന്നും പിടിക്കുന്നില്ല. അല്ല, ആയിക്കോട്ടെ, അത്യാവശ്യമുള്ളവർ മേടിച്ചാൽ മതിയല്ലോ. പിന്നെ മറ്റേ കാശുള്ളവർ അത്യാവശ്യമുള്ളവർ മേടിക്കുന്നതിന് അവരുടെ കയ്യിൽ നികുതി മേടിച്ചുകൂടെ? അല്ല, അവരെ മേടിക്കുന്നുണ്ടല്ലോ. അവരുടെ 113% ഉള്ളൂ. ഈ ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 113% ആകുമ്പോൾ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന് 251% മേടിക്കുന്നു. അത് അനീതിയല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ പറഞ്ഞാൽ? താങ്കൾ പറഞ്ഞ ന്യായത്തിന് ഞാൻ മറുപടി ചോദിച്ചതാണ്, അല്ലാതെ എനിക്ക് വേറെ മറിച്ച അഭിപ്രായമൊന്നും അല്ല. ഇതൊന്നും പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞോട്ടെ. അപ്പോ ഈ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനകത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ നിരവധി ഇതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയങ്ങൾ കിടന്നപ്പോൾ ഏത് വിഷയമായിരുന്നു വേറെ എടുക്കേണ്ടി? നിരവധി വിഷയങ്ങളുണ്ട്. ഒന്നും പറയണ്ട. എത്രയോ വിഷയങ്ങളുണ്ട്. എത്രയോ വിഷയങ്ങളുണ്ട്. ഒരു പിന്നെ ധീരജിന്റെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം, അതുപോലെ തന്നെ ഒരു പിന്നെ നമ്മൾ ഈ ഡിസോൺ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അതുപോലെ തന്നെ 5-ാം നാളിൽ ഒരു നാട് കാണാൻ വരുന്ന പിന്നെ MP-യുടെ വിഷയം, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ. അത് കണക്ക് തന്നെ കലാരാജുവിന്റെ വിഷയം, പിന്നെ കലാരാജുവിന്റെ വിഷയത്തിൽ കേസെടുത്തെങ്കിലും പോലീസ് ആ കേസ് നാടകം ഉണ്ടല്ലോ, കലാരാജുവിന്റെ വസ്ത്രമെല്ലാം ചർച്ച ചെയ്തല്ലോ നമ്മൾ. ചർച്ച ചെയ്തല്ലോ. അല്ല, ഇല്ല, ചർച്ചയൊന്നും ചെയ്തില്ല. കലാരാജുവിന്റെ വിഷയം അടക്കം ചർച്ച ചെയ്തതാണ് നമ്മൾ. ചർച്ച ചെയ്തില്ലാന്നേ. പിന്നെ മറ്റേ വാർത്തക്കകത്ത് അങ്ങനെ ചർച്ച ചെയ്തതാണ്, അല്ലാതെ ചർച്ച ചെയ്തില്ല. ചർച്ച ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ആരും എടുത്തേന്നില്ല.
അവരെ വസ്ത്രം വലിച്ചു എന്തായാലും താങ്കൾ അത് നിങ്ങൾ ഈ പറയുന്ന വിഷയം അത്ര കേരളത്തിൽ എന്തായാലും നല്ലൊരു ശതമാനം ആളുകൾ എന്തായാലും മദ്യം ഉപയോഗിക്കുന്നവരാണെന്ന് ശാസ്ത്രീയമായി തന്നെ കണക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അവരെയൊക്കെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതിനകത്ത് ഞങ്ങൾക്ക് വേറെ ഏതെങ്കിലും താല്പര്യമില്ല. കൂട്ടുന്നതാണോ നല്ലത്, കുറയ്ക്കുന്നതാണോ നല്ലതെന്നൊക്കെ തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അല്ല, ഒന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ പാൻ പരാഗ് പോലുള്ള പാൻ മസാലകൾ നിരോധിച്ചു. പലയിടത്തും നിന്നൊക്കെ പിടിക്കുന്നുണ്ട്, ബണ്ടിൽ കണക്കിന്, പിന്നെ ലോറി കണക്കിനൊക്കെ ഷാജി, മറ്റേ ചില കാര്യങ്ങൾ അതിന്റെ കണക്കുകളെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ കേരളത്തിൽ എന്തായാലും അടുത്തിടയ്ക്ക് ഈ കോവിഡിന് ശേഷം മദ്യനിരോധനം ഒക്കെ വന്നതിന് ശേഷം കേരളത്തിൽ ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വല്ലാതെ കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പ്രിയങ്ക ഗാന്ധി മാധ്യമങ്ങളെ കാണുകയാണ്. അല്പസമയത്തുള്ളിൽ തന്നെ പൊതുവേദിയിലേക്ക് മടങ്ങി വരാം. Working and crossing every day. So I've put forth all these suggestions of theirs on their part, and some on my own part after we discussed and I understood how things are. Of course, we are going to try to work together. As I said, there are certain things for which CSR funds can also be raised. I will try my best to raise those funds also and help. And most importantly, I think the funds that are coming from the center and the funds that are coming from the state are inadequate. So they need much more funding to be able to do the mitigation properly. So I will obviously raise that in Parliament and with whoever I can raise it with, whether it's the state or the centre. Okay, thank you. Sorry? No, I think that's a very simplistic way of looking at it. This is not such a simple problem. It is a very complex problem, and there's no ready-made solution for this problem. It's a problem for which all of us have to work together. The centre has to work, state has to work, all of us people's representatives have to work, and we have to provide safety for people. I will not initiate for law change, but I will definitely raise in Parliament the needs of people here, the paramount need for safety for people. And I will definitely raise the fact that if we do not get adequate funds over here, adequate funding to be able to do all the mitigation work that we need to do, their lives will continue to be in danger. So what I am going to raise first and foremost is that they require much more funding over here to be able to do their work properly. Thank you. It's both are together in the sense that certain funds come from the center, state has to match those funds. There are instances where perhaps state is not matching those funds, then the next tranche will not come. So there is funding from the state and funding from the center. Both are very important. Mostly it is important that we safeguard human life, livelihood. At the same time, the environment and ecology is also important. So it is something which is complex, and we will work all together to be able to resolve it. Thank you. വയനാട് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക ഗാന്ധി. സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ മദ്യവില കൂട്ടുന്നത് ഈ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാനൊക്കെ ഒരു പരിഹാരമാണോ, അതോ കൂടുതൽ അശാസ്ത്രീയമായ ഒരു രീതിയാണോ ഇത്? നമസ്കാരം സാറേ. നമ്മളൊരു വിഷയം, സാർ ഇപ്പോൾ വിഷയം ഇഷ്ടമുള്ള വിഷയം ന്യൂസ് 18 തന്നെ എടുക്കാം. പക്ഷെ ഇത് ഇപ്പൊ നേരത്തെ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരുന്നു 2022 ഇത് കൂട്ടിയിരുന്നെന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിലുള്ള സംഗതികൾ നമ്മൾ ഇത് തുടങ്ങുന്നതിനുള്ള ആങ്കർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഞങ്ങളോട് പറയണം. പല കാര്യങ്ങളും ഇങ്ങനെ പറയാതെയാണ് ഈ ചർച്ചയ്ക്ക് എടുക്കുന്നത്. അപ്പൊ 2022 വില ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സാധനത്തിന്റെ വില അന്നത്തെ അതേ വില തന്നെ ഇന്നുള്ളത് നോക്കുക. അങ്ങനെയല്ല ശ്രീ ഷാജി, 2022 വിൽപ്പന നികുതിയിൽ 4% വർധനവ് വരുത്തിയത്. 2020 അതിനടുത്ത വർഷമാണ് അതിന് സെസ് ഏർപ്പെടുത്തിയത്, സാമൂഹിക സുരക്ഷാ സെസ് ഏർപ്പെടുത്തിയത്. ഓക്കെ, അത് വില ഇടയ്ക്കിടയ്ക്ക് കൂടിയിട്ടുണ്ട് പലതവണയും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ഞാൻ പറഞ്ഞുതരാം. സ്വർണത്തിന് തീരെ വില കൂട്ടാറുമില്ല, കുറയ്ക്കാറുമില്ല. രണ്ടാമത്തത്, നമ്മൾ ഗ്യാസിന്റെ ഉണ്ടല്ലോ, ഗ്യാസിന്റെ വില സ്വർണത്തിന്റെ വിലയൊക്കെ കൂട്ടുമ്പോൾ നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വരുന്നുണ്ട്, ഗ്യാസൊക്കെ. അങ്ങനെ അതിപ്പോ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും കാണാറില്ല സാധാരണ. നമ്മൾ ഈ മദ്യത്തിന്റെ തന്നെ എടുത്തു നോക്കുമ്പോൾ ഞാൻ ആലോചിക്കും, ഇതെന്താ ഇതിന്റെ തന്നെ മാത്രമാണോ വില കൂടിയെന്ന്? അത്ര കൂടിയിട്ടുള്ളൂ. ശ്രീ സുരേന്ദ്രൻ, ഞാനൊരു സംശയം താങ്കളോട് ചോദിക്കട്ടെ. മറ്റ്
മദ്യത്തിൻ്റെ വില ഒഴികെ ബാക്കിയുള്ള ഈ പറഞ്ഞ മറ്റ് എന്തിൻ്റെ വില കൂടിയാലും നികുതി കൂട്ടിയാലും ഒക്കെ എതിർപ്പ് ഉയരാറുണ്ട്. സ്വർണ്ണത്തിൻ്റെ നികുതി കൂട്ടിയാൽ സ്വർണ്ണ വ്യാപാരികളുടെ ഭാഗത്തു നിന്നൊക്കെ എതിർപ്പ് ഉയരാറുണ്ട്, അല്ലെങ്കിൽ അത്ര എതിർപ്പുകളൊക്കെ ഉയരാറുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ വില കൂട്ടുമ്പോൾ അങ്ങനെ ഒരു പരസ്യമായി രഹസ്യമായിട്ട് ഒരുപാട് പേര് എതിർക്കുമായിരിക്കും, പരസ്യമായിട്ട് അങ്ങനെ എതിർപ്പ് ഒന്നും ഉയരാറില്ല. പിന്നെ മദ്യത്തിൻ്റെ വില കൂട്ടിയിട്ടാണോ ഈ ഇത് പരിഹരിക്കേണ്ടത്? മദ്യപാനികളുടെ എണ്ണം കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കേണ്ടത് എന്നുള്ള ചോദ്യമുണ്ട്. അങ്ങനെ എവിടെയെങ്കിലും വില കൂട്ടി ഉപഭോഗം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ശാസ്ത്രീയമായ പഠനം വല്ലതും ഉണ്ടോ? അത്തരം ചോദ്യങ്ങളൊക്കെ ഇല്ലേ? തിരിച്ചു കാരണോട് ചോദിക്കട്ടെ, ഈ സ്വർണത്തിന്റെ വില കൂടുമ്പോ ഈ പറഞ്ഞ പിടിച്ചുപറിയും കളവും കൂടുതൽ സ്വർണത്തിന്റെ വരുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാം ആ തലത്തിലും നോക്കണം. അങ്ങനെയാണോ സുരേന്ദ്രനെ ഇതിനകത്ത് കൂട്ടിക്കൊണ്ട് ഉപഭോഗം കുറയ്ക്കാൻ കഴിയുമെന്നുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അഭിപ്രായമുള്ള ആളുകളുണ്ട്. പക്ഷെ അങ്ങനെ അല്ല, മറിച്ച് അഭിപ്രായമുള്ളവരുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം സാറിനോട്, സാറിന് എന്നെ വിമർശിക്കാം, പക്ഷെ ഞാൻ സാറിനെ വിമർശിക്കുമ്പോ അതുമാതിരി സംസാരിക്കാൻ അനുവദിക്കണം എന്നുള്ളൊരു കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇല്ല, എനിക്ക് പറയാനൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ശരി, ഓക്കെ സുരേന്ദ്രൻ. എന്തായാലും താങ്കൾ ഈ പറഞ്ഞതിന്റെ വിഷയം എടുത്തതിനെ സംബന്ധിച്ച് ഈ വിഷയം സാധാരണഗതിയിൽ അങ്ങനെ എടുക്കാറില്ല. ഈ വിഷയം എടുക്കാത്തത് എന്താണെന്ന് പല പ്രേക്ഷകർ ചോദിക്കുകയും അത്തരം വിഷയങ്ങൾ എടുത്തിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യബോധം, അവർ ഉന്നയിച്ച ഒരു ആവശ്യം യാഥാർത്ഥ്യബോധമുള്ള ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ വിഷയം എടുത്തത്. കൊല്ലത്ത് നിന്ന് ശ്രീ രാജൻ കൂടി ചേർന്നു. ശ്രീ രാജൻ, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മദ്യത്തിൻ്റെ വില ഇടയ്ക്കിടയ്ക്ക് കൂട്ടിക്കൊണ്ട് മദ്യത്തിൻ്റെ ഉപഭോഗം കുറയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ മദ്യം കഴിക്കുന്ന ആളുകൾ അങ്ങനെ ഒരു പ്രതിഷേധമൊന്നും ഉയർത്താത്തത് കൊണ്ട് അത് കൂട്ടുന്ന കുഴപ്പമില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് ശരിയാണോ? സാറേ, ഞാനിവിടെ ഞങ്ങളുടെ കൊല്ലത്ത് ഞാൻ തിരക്കിയപ്പോൾ മുസ്ലിങ്ങള് കള്ളു കുടിക്കാൻ പാടില്ല, അത് ഹറാമാണ്. ക്രിസ്ത്യാനികള് കള്ളു കുടിക്കരുത്, സ്വർഗത്തിൽ പോകത്തില്ല. പിന്നെ മഹാഭാരതി പറഞ്ഞിട്ടുണ്ട് കള്ളു ഉപയോഗിക്കുന്നവര് ദേവന്മാരെ കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ SNDP-ക്കാര് കള്ള് എടുക്കരുത്, ഉപയോഗിക്കരുത്, കൊടുക്കരുത്, പിടിക്കരുത്, വിൽക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ആരെ ഈ കള്ളു കുടിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് ഈ CPM-കാരായി ഈ വൃത്തികെട്ട ആൾക്കാരെ കള്ളു കുടിക്കുന്നത്. ആൾക്കാരെല്ലാം പറഞ്ഞു CPM-കാരാ കുടിക്കുന്നത്, ബാക്കി ഈ നല്ല ആൾക്കാരും കുടിക്കുന്നില്ല. പിന്നെ എനിക്കുള്ള ഒരു ഒറ്റ ആശ്വാസം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം UDF-നാണ് ഞാൻ വോട്ട് കൊടുക്കുന്നത്. അവർ വരുമ്പോ ഈ മദ്യത്തിന്റെ വില പകുതിയാക്കും. ഞാൻ വല്ലപ്പോഴും ഇച്ചിരി കുടിക്കുന്ന, വല്ലപ്പോഴും ഒരു സന്തോഷിക്കാൻ പ്രായം ഇത്രയായി, 67 വയസ്സായി, വല്ലപ്പോഴും ഇച്ചിരി സന്തോഷിക്കാൻ ഇച്ചിരി കുടിക്കുന്ന. ഇനിയിപ്പോ ഇച്ചിരി 5 or 10 രൂപ കൂടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കാരിനാ. അതിനകത്തോട് പെൻഷനും കൊടുക്കുന്നു, ആൾക്കാർക്ക് പിന്നെ അരി കൊടുക്കുന്നു. പിന്നെ ഇപ്പം പ്രിയങ്ക ഗാന്ധി വന്നു, എനിക്ക് തോന്നുന്നു ആ കടുവ ഒക്കെ ഓടിപ്പോയി കാണും അവർ വന്നതൊന്നും. ഇംഗ്ലീഷ്. ശരി, ഓക്കെ. ശ്രീ രാജന്റെ അഭിപ്രായം. പാലക്കാട് നിന്ന് ശ്രീ ബാബു കൂടി ചേർന്നു. ശ്രീ ബാബു, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ വിലയിരുത്തുന്നത്? ഈ മദ്യത്തിന്റെ വില കൂട്ടിക്കൊണ്ട് ഉപഭോഗം കുറയ്ക്കാം എന്ന് പറയുന്ന ഒരു ആശയം നടപ്പാക്കുന്നു, അത് ഇടയ്ക്കിടെ വില കൂട്ടുന്നു, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ശ്രീ സൂപ്പി വെള്ളമുണ്ടയാണ് സംസാരിക്കുന്നത്, പറഞ്ഞോളൂ. നമസ്കാരം. കുറെ കാലം കണ്ടിട്ട് ഉണ്ടായിരുന്നു, കഴിഞ്ഞ ദിവസമൊക്കെ മനു ആയിരുന്നു. അതെ, ഞാൻ കണ്ടു. പിന്നെ എന്റെ അഭിപ്രായത്തിൽ മദ്യത്തിന് വില കൂട്ടണം, എന്നാലും സർക്കാരിന്റെ ഖജനാവിലേക്ക് പണം വരുള്ളൂ. കാരണം മദ്യപാനികൾ കൂടുകയാണ്, അപ്പൊ ആവശ്യങ്ങൾ കൂടും. പിന്നെ അതേപോലെ തന്നെ കൃഷിക്കാരന് ഉപകാരപ്പെട്ട സാധനങ്ങൾ മദ്യത്തിൽ കൂടെ കൊടുക്കണം. കാരണം തേന് നിർബന്ധമാക്കണം, തേന് മേടിക്കണം, ഒരു കുപ്പി തേന് മേടിക്കണം കള്ള് മേടിക്കുന്നവന്. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. പിന്നെ കൃഷിക്കാരൻ ഉത്പാദിക്കുന്ന കപ്പ, ബീഫ് ഒക്കെ ഒരു നിബന്ധനാക്കിയിട്ട് മദ്യം വിതരണം ചെയ്യണം നല്ല അഭിപ്രായം. ശരി, കപ്പയിൽ നിന്ന് എഥനോൾ നിർമ്മിക്കുന്ന ചില ആശയങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷേ ലോക വിപണിയിൽ എഥനോൾ ലഭ്യമാകുന്നതിനേക്കാൾ കുറഞ്ഞ വിലയിൽ കപ്പയിൽ നിന്ന് നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ശാസ്ത്രീയമായ സംവിധാനങ്ങളിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ടാണ് എഥനോൾ നിർമ്മിക്കാൻ ആ പദ്ധതി വിജയിക്കാൻ കഴിയാതെ പോയത്. എഥനോൾ നിർമ്മിക്കുന്ന നല്ലൊരു ശതമാനം നിർമ്മിക്കാൻ കേരളത്തിലേക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും വലിയ തരത്തിൽ വരുമാനം ഉണ്ടാകുന്ന ഒന്ന് തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കടക്കം കയറ്റി അയക്കാൻ അടക്കം കഴിയുന്ന ഒന്നാണ്. ശ്രീ വിജയകുമാറാണ് പാലക്കാട് നിന്നും. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ മദ്യത്തോടുള്ള ഈ നയത്തെ കാണുന്നത്? ശ്രീ വിജയകുമാർ, കേൾക്കാമോ? കേൾക്കാറുണ്ട് സാർ, പറഞ്ഞോളൂ. സാർ, അതെ, മദ്യത്തിന്റെ വില കൂട്ടിയത് കൊണ്ടേ. ഹലോ, പറഞ്ഞോളൂ. മദ്യത്തിന്റെ വില കൂട്ടിയത് കൊണ്ട് കുടി കുറയുന്നൊന്നും തോന്നുന്നില്ല. താങ്കൾ പറഞ്ഞോളൂ. ഹലോ, അതേപോലെ ഒരു വ്യക്തി അവിടെ പറഞ്ഞു കർണാടകയിൽ സ്പിരിറ്റ് കൂടിയതുകൊണ്ടാണ് കേരളത്തിൽ വില കൂടിയെന്ന്. അങ്ങനെയാണ് കർണാടകയിലെ മദ്യത്തിന് വില. അത് ഒരു രാഷ്ട്രീയ അഭിപ്രായമായിട്ട് പറഞ്ഞാൽ നമ്മൾ അതിനെ ആ തരത്തിൽ കണ്ടാലോ, അത് അല്ലാതെ കർണാടകയുമായി ബന്ധപ്പെട്ടതല്ല വില കൂടുന്നത്. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്?
പിന്നെ കിരൺ ബാബു, പറഞ്ഞോളൂ. ഇതൊരു വലിയ പ്രശ്നമാണ്. കാരണം സാധാരണ കൂലിപ്പണിക്കാരാണ് ഈ മദ്യപിക്കുന്നത് കൂടുതലും. ഇത് ഇവർ ചെയ്യുന്ന ഒരു കൊടും ക്രൂരതയാണ്. എനിക്ക് തോന്നുന്നത് ഈ രാജേഷ് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇതൊരു ശരിയുള്ള പരിപാടിയല്ല. ഇപ്പൊ ഓരോ വീട്ടിലും കഞ്ഞി വെക്കാൻ കഴിയില്ലാതെ കുറെ ആൾക്കാർ കഷ്ടപ്പെടുമ്പോൾ ഇവരെങ്കിലും കഞ്ഞി വെക്കാൻ വേണ്ടി 400 കണ്ടുപിടിക്കുക. അപ്പൊ ഈ പാവപ്പെട്ട ആൾക്കാരാണ് ഈ മദ്യപിക്കുന്ന കൂടുതലും. വലിയ ആൾക്കാരും പ്രശ്നമില്ല. ഇപ്പൊ ഇവര് ചെയ്യുന്ന ഞാൻ ഒരു കിരൺ ബാബു ഒരു 2 മിനിറ്റ് ഞാൻ ഒരു ആരോപണം ഉന്നയിക്കാം. ഈ കേരള ഭാഗ്യക്കുറിയും ഈ മദ്യമില്ലെങ്കിൽ ഗവൺമെന്റ് ഇല്ല. കാരണം ഞാൻ പറയുന്നത് ഇപ്പൊ ഇങ്ങനെ കറക്റ്റായിട്ട് കേട്ടോ, കേരള ഗവൺമെന്റ് ഭാഗ്യക്കുറി ഞാൻ പറയുന്നത് 100% തട്ടിപ്പാണ്. കാരണം വെച്ചാല് 1, 2, 3 സമ്മാനങ്ങൾ ഞാൻ കിരൺ ബാബു കൃത്യമായിട്ട് ഞാൻ എല്ലാ നിയമത്തിലും ഇതായിട്ട് പറയുന്നത് ഈ ലോട്ടറി തട്ടിപ്പ് പറഞ്ഞാല് 1, 2, 3 സമ്മാനങ്ങൾ ഈ ലോട്ടറി നടക്കാൻ പോയിക്കഴിഞ്ഞാൽ അറിയാം ഈ ഗവൺമെന്റ് കരുതിക്കൂടി തട്ടിപ്പായിട്ട് എങ്ങനെ. ശ്രീദാസൻ എന്തായാലും അങ്ങനെ ഇതുവരെ അങ്ങനെ ശാസ്ത്രീയമായിട്ട് എവിടെയെങ്കിലും കഴിക്കോ അല്ലെങ്കിൽ അങ്ങനെ ആരും കേസ് വരികയോ അങ്ങനെയൊന്നും സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ശ്രീദാസൻ, 2 മിനിറ്റ് നമുക്ക് തൽക്കാലം ലോട്ടറിയെ കുറിച്ചല്ല ചർച്ച, നമ്മുടെ വിഷയം ഇതാണ്. ഇതിൽ പറയോ? ഈ ഭാഗ്യക്കുറിയും ലോട്ടറിയാണ്, ഈ ഭാഗ്യക്കുറിയും ഈ കല്ലുമാണ് ഈ ഗവൺമെന്റ് നിലനിർത്തുന്നത്. ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ലോട്ടറിയുടെ വിഷയം തൽക്കാലം ചർച്ച ചെയ്യാൻ നിർവാഹമില്ലാത്തതുകൊണ്ടാണ് ശ്രീദാസൻ, താങ്കൾ ക്ഷമിക്കണം. ശ്രീ ബെന്നിയാണ് വയനാട് നിന്നും. ശ്രീ ബെന്നി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? ശ്രീ ഗോപാലകൃഷ്ണനാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരം. പിന്നെ മദ്യം കഴിക്കാൻ അങ്ങനെ ഇന്ന പാർട്ടിന്നൊന്നുമില്ല. ഇല്ല, അത് എല്ലാവർക്കും അറിയാം. അത് ഒരാൾ ചിലര് വൺ സൈഡ് സംസാരിക്കാണ്. ഞാനൊരു 1.5 കൊല്ലം ഇപ്പൊ കഴിക്കല് നിർത്തിയത്. കാരണം രോഗിയാവോണ്ടാ, കിഡ്നി രോഗിയാണ്. ശരി. അപ്പോ ഡയാലിസിസ് കൊണ്ട് കഴിക്കാത്ത പറ്റാത്തോണ്ടാണ്. അപ്പോ ഇരുളിന്റെ മറവിൽ എല്ലാരും കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു തമാശ ഉണ്ട്. ഞാനൊരു യൂണിയൻ ഉണ്ടാക്കുകയാണ്, ബാർ ആൻഡ് ബിവറേജ് കസ്റ്റമർ അസോസിയേഷൻ. അപ്പൊ അതില് ഒരു യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാത്ത ഏത് ഗവൺമെന്റിന് നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ള തീരുമാനത്തിലായിരുന്നു. പക്ഷെ ഇപ്പൊ അത് കഴിക്കാത്തതുകൊണ്ട് ഇപ്പൊ അത് ഉണ്ടാക്കാൻ പറ്റില്ല. തമാശയായിട്ടാണ് പറഞ്ഞെങ്കിൽ കാര്യം ശരിയാണ്. കേരളത്തിൽ മദ്യപിക്കുന്ന ആളുകളുടെ എണ്ണമൊക്കെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലൊരു വലിയ യൂണിയനായിട്ട് അത് മാറും. അത് യൂണിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാലേ ഞാൻ അവരോട് പറയും, എന്താ 100 ഉറുപ്പിയാണ് മാസം അടയ്ക്കേണ്ടുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ നിങ്ങളുടെ കുട്ടികളുടെ വിവാഹം, അതുപോലെ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ 5 ലക്ഷം ഉറുപ്പ്യ അങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നോട്ടീസ് അടിച്ചിട്ട് ബിവറേജിന്റെ മുമ്പിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ വയ്യാത്തോണ്ട് നടക്കാനും കൂടി വയ്യാത്തോണ്ട് വീട്ടിലിരുന്ന് പൊതുവേദി കാണാന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ അഭിപ്രായം പറഞ്ഞവർ പലരും വൺ സൈഡ് വർത്താനം പറയുമ്പോ അത് കേൾക്കുമ്പോഴത്തെ ഒരു രസം പോരാ. കാരണം എന്താ വെച്ചാൽ കാര്യങ്ങളുള്ള മാതിരി തുറന്നു പറയണം. മദ്യത്തിനുണ്ടോ അവിടെ ഇരിക്കുമ്പോ വല്ല പാർട്ടിയും. ശ്രീ ഗോപാലകൃഷ്ണൻ, അങ്ങനെയാണ് കേരളത്തിൽ മലയാളികളുടെ ഒരു ചെറു പൊതു സ്വഭാവം. ഈ മദ്യത്തിൻ്റെയൊക്കെ വിഷയം വരുമ്പോൾ ആളുകൾ ഞാൻ ഇനി മദ്യത്തിന് അനുകൂലമായി പറഞ്ഞാൽ എന്നെ മദ്യപാനിയായി കാണുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളിൽ അത്തരം ചില അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. അത് നമ്മുടെ ഒരു പൊതു സ്വഭാവത്തിൻ്റെ കൂടി ഭാഗമാണ്. അതുകൊണ്ടാണല്ലോ അത്തരം ഈ വിലവർദ്ധനവൊക്കെ വരുമ്പോൾ അത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളൊന്നും ഉയരാത്തതുമൊക്കെ. എന്തായാലും ഈ വിഷയത്തിൽ വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. വില ഇനിയും കൂട്ടണം, മദ്യം ഒരു അവശ്യ വസ്തുവേ അല്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. അതല്ല, ഈ മദ്യപാനികളെ അത്തരത്തിൽ കൊള്ളയടിക്കരുത് എന്ന് പറഞ്ഞവരുണ്ട്. മദ്യം ഉപയോഗിക്കുന്നത് ശരിയല്ല, അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം അത് സ്വാഭാവികമായും ഉണ്ടാവേണ്ട ഒന്ന് തന്നെയാണ്. അതും യഥാർത്ഥത്തിൽ മദ്യത്തിൻ്റെ വിലയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ട് എന്ന് നമുക്ക് കരുതാൻ ആവില്ല. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.